ये किसे संभव बनाया? മോദിയുടെ ഗ്യാരണ്ടി. हमने നമസ്കാരം. ദിശാബോധമില്ലാതിരുന്ന രാഷ്ട്രീയ ചിത്രമുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ സുവ്യക്തമായ തീരുമാനങ്ങളിലൂടെ, പ്രഖ്യാപനങ്ങളിലൂടെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പൈതൃകം കൊണ്ടു നടക്കുക തന്നെയാണ് തങ്ങളെന്ന് വ്യക്തമാക്കാൻ എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാർ ദേശീയ തലത്തിൽ കഴിയുന്നുണ്ട് എന്നത് തന്നെയാണ് വസ്തുത. അപ്പോഴും തമിഴ്നാട് രാഷ്ട്രീയം കടന്നുപോയ പരിണാമങ്ങൾ മറക്കാവുന്നതല്ല. 2024 തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ദേശീയ രാഷ്ട്രീയം തമിഴ്നാടിനെ ഉറ്റുനോക്കുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിനുത്തരം തമിഴ്നാടിന്റെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ആകത്തുക കൂടിയാണ്. അതാണ് ഇന്ന് ഇലക്ഷൻ ചാനൽ പരിശോധിക്കുന്നത്. സ്വാഗതം. കടവുൾ ഇല്ലൈ, കടവുൾ ഇല്ലൈ, കടവുൾ ഇല്ലവേ ഇല്ലൈ എന്ന് പറഞ്ഞ പെരിയാറിൽ തുടങ്ങുന്നതാണ് തമിഴ്നാടിന്റെ ദ്രാവിഡ രാഷ്ട്രീയം. പെരിയാർ മുതൽ ഇങ്ങ് സ്റ്റാലിൻ വരെ എത്തി നിൽക്കുന്ന ഭരണാധികാരികളുടെ പട്ടിക. ഏത് രീതിയിലാണ് 2024 ദ്രാവിഡ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഉറ്റുനോക്കുന്നത്? ആർ കിരൺ ബാബുവും നമുക്കൊപ്പം ചേരുന്നു. കിരൺ, പ്രധാനമായും തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം തെളിഞ്ഞു വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. അത് ഒറ്റ ഒരു സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അവരുടെ അധികാരികളുടെയോ ചിത്രമല്ല. ഇതുവരെ അല്ലെങ്കിൽ ഇത്രയും കാലം തമിഴ്നാട് ദേശീയ രാഷ്ട്രീയത്തിന് മുൻപാകെ വെച്ച ഒരു ചിത്രമുണ്ട്. അതൊരു ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ചിത്രമാണ്. ഉത്തരേന്ത്യൻ ബ്രാഹ്മണ മേധാവിത്വത്തോട് പടവെട്ടിയ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ചിത്രമാണ്. ആ ചിത്രം, ആ പരിണാമത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഇന്ന് പരിശോധിക്കുമ്പോൾ തുടങ്ങേണ്ടത് ആരിൽ നിന്നാണ്? ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ അത് പെരിയാറിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ ആയിരുന്നു. അദ്ദേഹം നായ്ക്കർ സ്ഥാനം വെട്ടിയാണ് പെരിയാർ EV രാമസ്വാമി ആയത്. തന്തൈ പെരിയാർ എന്ന് പറയുന്ന, ചിലർ പെരിയോർ എന്നും ഒക്കെ വിളിക്കുന്ന ആ പെരിയോറിൽ നിന്നാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശരിയായ തുടക്കം എന്ന് പറയുന്നത്. ഇന്നും ആ തുടക്കം ഇന്ത്യയിലെ മറ്റ് പല പ്രസ്ഥാനങ്ങളും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം അവരുടെ തുടക്കത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ ധാരയിൽ നിന്നെല്ലാം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തമിഴ്നാടും ഏറെ മാറിപ്പോയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോഴും അവർ അടിസ്ഥാനപരമായി ഉയർത്തിപ്പിടിക്കുന്നത് അതേ ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ്. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പെരിയാറിൽ നിന്ന് തന്നെയാണ്. അതിന് ഈ പുതിയ കാലത്തെ ഈ 2024 പോലും പ്രസക്തമായ മുദ്രാവാക്യങ്ങളാണ് 50 വർഷം മുമ്പ് അല്ലെങ്കിൽ 60 വർഷം മുമ്പൊക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക്, തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തിയത് എന്ന് നമ്മൾ ആലോചിക്കണം. പുറമേക്ക് ഇപ്പോൾ കാണുന്ന ഈ ഹിന്ദി വിരുദ്ധതയും തമിഴ് അഭിമാനവും സ്വാഭിമാനവും എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കൂടി പെരിയാർ EV രാമസ്വാമി ആ തരത്തിലേക്കുള്ള മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് തമിഴ്നാടിനെ മാറ്റിയ ഒരു പ്രധാനപ്പെട്ടയാളാണ്. ആദ്യമായി ഒരു സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് തുല്യമായ അവകാശം നൽകണം. സ്ത്രീകളുടെ അറേഞ്ച്ഡ് മാരേജിനെതിരെ പോലും പെരിയാറിനെ കുറിച്ച് പറയുന്നത് പെരിയാറിൻ്റെ തത്വശാസ്ത്രത്തോട് കമ്മ്യൂണിസ്റ്റുകൾക്ക് യോജിക്കാം, പെരിയാറിൻ്റെ തത്വശാസ്ത്രത്തോട് ദ്രാവിഡർക്ക് യോജിക്കാം, പെരിയാറിൻ്റെ തത്വശാസ്ത്രത്തോട് ഫെമിനിസ്റ്റുകൾക്ക് യോജിക്കാം, പെരിയാറിൻ്റെ തത്വശാസ്ത്രത്തോട് ദളിത് അംബേദ്കറിസ്റ്റ് ചിന്തകൾ പുലർത്തുന്ന മനുഷ്യർക്ക് യോജിക്കാം, സോഷ്യലിസ്റ്റ് വിശ്വാസികൾക്ക് യോജിക്കാം. അങ്ങനെ ഒരു സാമാന്യ രീതിയിൽ നോക്കിയാൽ വലതുപക്ഷത്തു നിൽക്കാത്ത എല്ലാ മനുഷ്യർക്കും യോജിക്കാൻ കഴിയുന്ന തീവ്രമായ മുദ്രാവാക്യങ്ങൾ കൂടി ഉയർത്തി അല്ലെങ്കിൽ അത് ആ നാട്ടിൽ നടപ്പാക്കി കൊണ്ട് കാണിച്ച, ആദ്യം അപർണ പറഞ്ഞതുപോലെ ദൈവമില്ല ദൈവമില്ല എന്ന് ഉറക്കെ പറയാൻ കഴിയുന്ന അത് തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളിൽ നമ്മൾ ആലോചിക്കണം. എത്രയോ വർഷം മുമ്പാണ് ഇങ്ങനെ പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതെന്ന്. അങ്ങനെ തമിഴ്നാടിൻ്റെ തീവ്രമായ മതവിശ്വാസവും വലിയ ആചാരങ്ങളിലൊക്കെ വലിയ വിശ്വാസമൊക്കെ ഉള്ള മനുഷ്യർ കൂടിയാണ് ഈ തമിഴ് ജനത. ആ ജനതയുടെ മുന്നിലാണ് അവരുടെ എല്ലാം ഇപ്പോഴും പിതൃസ്വരൂപം എന്ന് പറയുന്നത് അവർക്ക് ഒന്നാണ്, അത് തന്തൈ പെരിയാറാണ്. ആ പെരിയാർ പറഞ്ഞത് ദൈവമില്ല എന്ന നിരീശ്വരവാദം അതിശക്തമായി ഉയർത്തിയ വ്യക്തി. അദ്ദേഹം ഉയർത്തിയത് ആധുനിക കാലത്ത് എങ്ങനെയാണോ രാജ്യങ്ങൾ സ്ത്രീ സമത്വത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശത്തിൽ, ജാതി വിവേചനത്തിനെതിരെ, ലിംഗ വിവേചനത്തിനെതിരെ
ഒക്കെ ആ കാലത്ത് പോരാടുകയും അത് തമിഴ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന ശിലയാണെന്ന് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തി കൂടിയാണ് ഈ പെരിയാറിൽ നിന്നാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ അത്ര പെരിയാറില്ല DMK പെരിയാറിൽ നിന്ന് പിന്നീട് തെറ്റിത്തിരിഞ്ഞാണ് അണ്ണാദുരൈ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതൊരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിട്ടാണ് തുടങ്ങിയത്. പെരിയാറിൻ്റെ തന്നെ തുടക്കം അദ്ദേഹം കടുത്ത ദൈവവിശ്വാസിയും ഒക്കെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാശി യാത്രയിൽ നിന്നാണ് അദ്ദേഹം വീട്ടിലെ ദൈവവിശ്വാസത്തിൻ്റെ അത്തരം പ്രഭാഷണങ്ങളൊക്കെ നിരന്തരം കേട്ട് അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന ഒരാൾ അന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അദ്ദേഹം കാശിയിൽ യാത്ര ചെയ്യാൻ പോയപ്പോഴാണ് കാശിയിൽ വെച്ച് അവിടെ പല സ്ഥലങ്ങളിലും ആഹാരം വിതരണം ചെയ്യും. അപ്പോൾ അവിടെ ബ്രാഹ്മണർക്ക് മാത്രമായിട്ടാണെന്ന് ഈ ഉത്തരേന്ത്യയിലേക്ക് ഒരു പൊതുവിശ്വാസം, ബ്രാഹ്മണർക്ക് ആഹാരം കൊടുക്കുന്നതാണ് പുണ്യം, ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്താൽ അത് പുണ്യമാണ്, ബ്രാഹ്മണർക്ക് ദാനം കൊടുത്താൽ അത് പുണ്യമാണ്. അവിടെ ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു ആഹാരം നൽകിയിരുന്നത്. അവസാനം വിശന്ന് വലഞ്ഞ് അദ്ദേഹം ഒരു പൂണൂല് സംഘടിപ്പിച്ച് പൂണൂലെടുത്തിട്ടാണ് ഈ ആഹാരശാലയിലേക്ക് കയറുന്നത്. കയറി കഴിഞ്ഞാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഈ ഉത്തരേന്ത്യൻ ബ്രാഹ്മണർക്ക് മീശ വെക്കാൻ കഴിയില്ല. മീശ വെച്ചതുകൊണ്ട് അവിടെ തന്നെ അദ്ദേഹത്തിന് ദ്വാരപാലകൻ തന്നെ അവൻ്റെ കാവൽക്കാർ തന്നെ അദ്ദേഹത്തെ പിടിക്കുകയും അദ്ദേഹത്തെ ക്രൂരമായി പുറന്തള്ളുകയും ഒക്കെ ചെയ്തു. ഈ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം തിരികെ വന്നിട്ടാണ് പൂർണ്ണമായും അതുവരെ ഉണ്ടായിരുന്ന ദൈവവിശ്വാസമെല്ലാം ദൈവം രക്ഷിക്കും എന്നൊരവസ്ഥയില്ല. മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യൻ മാത്രമേ ഉള്ളൂ, മനുഷ്യർ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ രക്ഷ നേടാൻ കഴിയൂ എന്നും അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തത്തിലേക്കും ഈ സ്വാഭിമാന പ്രസ്ഥാനത്തിലേക്കും ഒക്കെ പെരിയാർ നീങ്ങുകയും തമിഴ്നാട്ടിൽ അദ്ദേഹം അപാരമായ വാഗ്മി കൂടിയായിരുന്നു. തമിഴ്നാടിൻ്റെ ഓരോ സ്ഥലങ്ങളിലായി അദ്ദേഹം പോയി അനായാസം മലയാളം ഒഴികെയുള്ള ദ്രാവിഡ ഭാഷകളെല്ലാം കന്നഡയും തെലുങ്കുമൊക്കെ അനായാസം, കന്നഡയാണ് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ, അതെല്ലാം അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അദ്ദേഹമാണ് ഈ തമിഴ് ജനതയുടെ മനസ്സിലേക്ക് അത്തരത്തിലേക്ക് ഒരു വികാരം, അതിശക്തമായ രീതിയിലേക്ക് വികാരം കൊണ്ടുവരികയും തമിഴിൻ്റെ ഒരു അഭിമാനം ഉയർത്തണം. ആര്യന്മാരല്ല, ചെറിയ ന്യൂനപക്ഷം വരുന്ന ആര്യന്മാരല്ല, അല്ലെങ്കിൽ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്നവരല്ല. അവിടെയും ഒരു പ്രധാനപ്പെട്ട ഇതുണ്ട്. പലരും കാണുന്നത് ബ്രാഹ്മണർക്കെതിരായ സമരം എന്നൊക്കെ ഒരു തരത്തിൽ മാറിപ്പോയെങ്കിലും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ബ്രാഹ്മണ ജാതിയിൽപ്പെടുന്നവരിൽ മാത്രമല്ല ബ്രാഹ്മണരുള്ളത്, ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ചിന്തയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും ബ്രാഹ്മണരുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബ്രാഹ്മണ്യം എന്ന് ചിന്തിക്കുന്ന മനുഷ്യരെല്ലാവരും ബ്രാഹ്മണരാണ്. ആ ബ്രാഹ്മണരെയാണ് തകർക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ആക്രമണത്തിലേക്കൊക്കെ പോയതിന് പാമ്പിനെയും ബ്രാഹ്മണരെയും ആദ്യം ബ്രാഹ്മണനെ തല്ലിക്കൊല്ലണം എന്ന് വരെ പറയുന്ന രീതിയിലേക്കൊക്കെ അടക്കം ഈ തമിഴിൻ്റെ ഒരു അഭിമാനം ഉയർത്തുകയും തമിഴ് അങ്ങനെ ഈ ദ്രാവിഡ ഇപ്പോഴും തമിഴ്നാട്ടിൽ തുടരുന്ന ഏറ്റവും അവസാനം ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ സനാതന ധർമ്മത്തിനെതിരെയുള്ള അത് അടക്കം തുടക്കം എന്ന് പറയുന്നതും അതിൻ്റെ വേരുകൾ എന്ന് പറയുന്നതും തമിഴിൻ്റെ ഇപ്പോഴും ഒരു അന്തർധാരയായി നിൽക്കുന്നതും പെരിയാർ രാമസ്വാമി ഉയർത്തിയ അതേ തമിഴ് രാഷ്ട്രീയം, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ സൈദ്ധാന്തിക അടിത്തറ തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അതിനോടുകൂടി ചേർത്ത് പറയുമ്പോൾ ജാതി ചിന്തകൾ കൊണ്ട് മതം വേണ്ട, അതുകൊണ്ട് ദൈവം വേണ്ട ഒരു തീരുമാനത്തിലേക്കും ആ ഒരു നയസംഹിതയിലേക്കും കടന്ന ഒരാൾ കൂടിയായിരുന്നു പെരിയാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു. എന്നിട്ട് അദ്ദേഹം കോൺഗ്രസ് വിടുന്നത് പോലും വർണ്ണാശ്രമത്തിനെ അംഗീകരിക്കുന്നു കോൺഗ്രസ് എന്നുള്ള ഒരു വിഷയം കൊണ്ടുകൂടിയാണ്. അതായത് ജാതി വ്യവസ്ഥയെ, ഹിന്ദുത്വത്തിന്റെ ജാതി വ്യവസ്ഥയെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നു. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ സ്വാഭിമാന മുന്നേറ്റത്തിന്, സുമര്യാദ ഇയക്കം എന്ന സ്വാഭിമാന മുന്നേറ്റത്തിന് അദ്ദേഹം രൂപം നൽകുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഭാഷകളും, ദക്ഷിണേന്ത്യൻ ഭാഷകളെല്ലാം അതിഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അദ്ദേഹം കേരളത്തിലും ദളിതരുടെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് വൈക്കത്ത് നടന്ന ഐതിഹാസിക സമരത്തിലും സുപ്രധാന പങ്കുവച്ചു. വൈക്കം വീരൻ എന്ന് തന്നെ അറിയപ്പെട്ടിരുന്ന ഒരാൾ കൂടിയാണ് പെരിയാർ. അപ്പോൾ പെരിയാർ 1944 ദ്രാവിഡ കഴകം ആരംഭിക്കുന്നത്. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിയെഴുതിയ ദ്രാവിഡ കഴകം, അതാണ് പെരിയാർ. പെരിയാറിന് ശേഷം അപർണ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ ഇതുകൂടി പറയണം. പെരിയാർ ആദ്യം ഒരു പ്രസ്ഥാനത്തിൽ ചേരുന്നത് കോൺഗ്രസിലാണ്. അന്നത്തെ മദ്രാസായിരുന്നു. അപ്പോൾ ആ മദ്രാസിന്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു പെരിയാർ. പെരിയാർ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോരാൻ തന്നെ കാരണം പെരിയാർ അവസാനം പറഞ്ഞത് ഈ ദൈവം ഇല്ല എന്ന് മാത്രമല്ല, ഗാന്ധി ഇല്ല, കോൺഗ്രസ് ഇല്ല, ബ്രാഹ്മണരില്ല എന്നുകൂടി അദ്ദേഹം ചേർത്ത് പറയേണ്ടി വന്നു. അന്ന് പ്രധാനമായും ഈ ജാതിക്കെതിരെയുള്ള അദ്ദേഹം കടുത്ത രീതിയിൽ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ ഈ അവകാശങ്ങൾ കിട്ടാതെയും ഒരു ചെറു ന്യൂനപക്ഷം 3% മാത്രമുണ്ടായിരുന്ന ബ്രാഹ്മണർക്ക് എല്ലാവിധ അവകാശങ്ങളും അധികാരങ്ങളും കിട്ടുകയും ഒക്കെ ചെയ്തതിനെതിരെ പോരാടി നിൽക്കുമ്പോൾ ഈ കോൺഗ്രസിനകത്തും ഗാന്ധിജിക്ക് ആദ്യകാലത്ത് വർണ്ണാശ്രമ ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ് അദ്ദേഹം. പിന്നീട് കേരളവുമായി ബന്ധപ്പെട്ടാണ് ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംവാദവും അതിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടൊക്കെ മാറിയതിനൊക്കെ പിന്നിൽ ആ ഘട്ടത്തിൽ ഗാന്ധിജി അടക്കം വന്ന അവിടെ ഒരു ഗുരുകുലം കോൺഗ്രസിൻ്റെ കൂടി നേതൃത്വത്തിലാണ് ഗാന്ധി
ഇന്ത്യൻ ദർശനങ്ങൾ പഠിപ്പിക്കാൻ ഒരു ഗുരുകുലം ഉണ്ടായിരുന്നു. ആ ഗുരുകുലം തിരുനെൽവേലിയിലെ ഗുരുകുലത്തിൽ. ആ ഗുരുകുലത്തിൽ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം നൽകിയിരുന്നത് 2 തരത്തിലാണ്. ബ്രാഹ്മണ കുട്ടികൾക്ക് ഒരു ഇടത്ത് ഭക്ഷണം, അബ്രാഹ്മണരായ മുഴുവൻ മനുഷ്യർക്ക് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു പ്ലേറ്റിൽ ഭക്ഷണം എന്നുള്ളതായിരുന്നു. അദ്ദേഹം അത് നിർത്തണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് നിർത്താൻ തയ്യാറായില്ല. അവസാനം ഈ കോൺഗ്രസിൻ്റെ ഒരു നയമാണ് അതിനകത്ത് അത്തരം ഗാന്ധിസം പഠിപ്പിക്കണം, അതിനെ പ്രചരിപ്പിക്കണം എന്നതിനപ്പുറത്തേക്ക് ഈ തുടരുന്ന ജാതി വ്യവസ്ഥകൾക്കകത്ത് അതിലേക്ക് ഇടപെടേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കുക. അദ്ദേഹം കോൺഗ്രസിൻ്റെ അംഗത്വം അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അടക്കം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്തത് കോൺഗ്രസിൻ്റെ അദ്ദേഹം പ്രസിഡന്റ് എന്ന നിലയിലാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അവിടുത്തെ അവസാനം അതുപോലും ഗാന്ധിജി രാജാവുമായി ചർച്ച നടത്തി ഒത്തുതീർപ്പാക്കിയപ്പോൾ കിഴക്കേ നടയിലൂടെയുള്ള വഴികൾ അപ്പോഴും സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ല. അല്ലെങ്കിൽ ബ്രാഹ്മണേതര വിഭാഗത്തിന്, അവർണ വിഭാഗത്തിന് അവിടെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമല്ല. അന്നും അദ്ദേഹം ഗാന്ധിജിയുടെ നിലപാടിനെ ശക്തമായി എതിർത്ത വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു ഗാന്ധിയുടെ നിലപാടിനെതിരായ ഒരു സമരം കൂടി ചേർന്നതാണ് ഈ പെരിയാർ. അതുകൊണ്ടാണ് പലപ്പോഴും അവിടെ ഉണ്ടായിരുന്ന പിന്നീട് ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ച ശേഷം കോൺഗ്രസിന് മടങ്ങി വരാൻ കഴിയാത്തതുമെല്ലാം അത്തരമൊരു പ്രത്യയശാസ്ത്രത്തിന് എതിരായ ഒരു നിലപാട് കൂടി സ്വീകരിച്ച ആളാണ് പെരിയാർ. അതിന്റെ ഒരു തുടർച്ചയാണ് ഈ അണ്ണാദുരൈ. പെരിയാറിന്റെ സമര രീതികളെ കുറിച്ച് കൂടി നമുക്ക് പറയണ്ടേ? കാരണം ഇപ്പോൾ സ്റ്റാലിൻ അധികാരം കൈയാളുന്ന തമിഴ്നാട് സർക്കാരിലേക്ക് നോക്കുമ്പോൾ അവിടം തൊട്ട് ഇവിടെ വരെ ഏത് രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തമിഴ്നാട് രാഷ്ട്രീയം ചുക്കാൻ പിടിച്ചു എന്നുള്ളത് നോക്കുമ്പോൾ ഈ ഉത്തരേന്ത്യൻ ബ്രാഹ്മണ മേധാവിത്വം അവിടെ നടക്കുകയാണ്. അതുകൊണ്ട് അതിനുള്ള മറുപടി ദ്രാവിഡ രാഷ്ട്രീയത്തിലൂന്നിയ അല്ലെങ്കിൽ ദ്രാവിഡ സംസ്കാരത്തിലൂന്നിയ ഒരു പ്രതിരോധ പ്രവർത്തനമാകണം എന്ന് കരുതുക. അവരുടെ സാഹിത്യകൃതികളിൽ, അവരുടെ സിനിമാ മേഖലയിൽ, ചുവരെഴുത്തുകളിൽ, രാഷ്ട്രീയ പ്രഭാഷണങ്ങളെല്ലാം ഈ ദ്രാവിഡ വികാരം ഏറ്റവും പ്രധാനമായി ഉൾക്കൊള്ളിക്കുക, തമിഴനാണ് എന്നുള്ള വികാരം കൊണ്ടുവരിക. അത് കൂടുതലായി സാഹിത്യകൃതികളിലും സിനിമയിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു വികാരത്തെ കൂടുതലായി ഒരു പടി മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ആ ഒരു സ്വത്വ ഒരു പ്രതിഷ്ഠ, ആ ഒരു ശൈലി കണ്ടിട്ടുണ്ട്. പെരിയാർ തുടങ്ങി വെച്ച ആ ഒരു പ്രതിരോധ പ്രവർത്തനം അത് തമിഴ്നാട് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? അപർണ, അത് ഇതിൽ നിന്നൊക്കെ ഒരു വലിയൊരു തമാശയായി പറയുന്നത് ഈ കരുണാനിധി നിരീശ്വരവാദിയായ മനുഷ്യനായിരുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഒരു കാലത്തും അദ്ദേഹത്തിന് മരണം വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ തമിഴ് ജനത ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ആ നിരീശ്വരവാദിയായ കരുണാനിധിയുടെ ജീവന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത്. അതൊരു തമാശയായി പറയുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അണികളോ അല്ലെങ്കിൽ ആ DMK-യിലെ പ്രവർത്തകരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നവരോ ഒന്നും നിരീശ്വരവാദികളല്ല. അവരെല്ലാം ഈശ്വരവിശ്വാസികളും ഇത്തരം ആചാരങ്ങളൊക്കെ പിന്തുടരുന്നവരുമൊക്കെയാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ദ്രാവിഡ പാർട്ടികൾ മാത്രം ആചാരങ്ങൾ, ആദ്യം ശിവാജി ഗണേശനെ ദ്രാവിഡ പാർട്ടിയിൽ നിന്ന് ശിവാജി ഗണേശനും ഇവർ രണ്ടുപേരും കരുണാനിധിയും എല്ലാം തുടങ്ങിക്കഴിയുമ്പോൾ MGR-ഉം ശിവാജി ഗണേശനും ഒരേപോലെ പാർട്ടിയിലേക്ക് വരുന്നു. ശിവാജി ഗണേശന് DMK-യിൽ നിന്ന് പോകേണ്ടി വരുന്നതിന് അദ്ദേഹം തിരുപ്പതി ദർശനം നടത്തിയതിൻ്റെ പേരിലാണ്. തിരുപ്പതിയിൽ അമ്പലത്തിൽ പോയി എന്ന ഒറ്റ കാരണത്താലാണ് ശിവാജി ഗണേശനെ DMK-യിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് പല പാർട്ടികളിലൂടെ കടന്നു. ഒരു പാർട്ടിയിലും അദ്ദേഹം ഇതായില്ല. അത് പിന്നീട് രാഷ്ട്രീയവും സിനിമക്കാരുമായി വരുന്ന രംഗത്ത് വിശദമായി തന്നെ നമുക്ക് പറയാം. എന്തായാലും ആ ഘട്ടത്തിൽ മുതൽ തന്നെ ഈ നിരീശ്വരവാദത്തെ അതിശക്തമായ രീതിയിൽ നിൽക്കുക, ക്ഷേത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ള ആഹ്വാനം ഉയർത്തുക. അതോടൊപ്പം തന്നെ ഈ പൂജകൾക്ക്, ഇപ്പോഴും പൂജകൾക്കോ അല്ലെങ്കിൽ വിവാഹ ആചാരങ്ങൾക്കെല്ലാം കാർമ്മികത്വം വഹിച്ചിരുന്നത് പൂജാരിമാരായിരുന്നു. അപ്പോൾ ആ പൂജാരികളെ, ബ്രാഹ്മണ പൂജാരിമാരെ പൂർണ്ണമായും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്കുക, അതിനെതിരെയുള്ള വലിയ സമരം, ഈ അന്ന് നിലനിന്ന അനാചാരങ്ങൾക്കെതിരെയുള്ള വലിയ സമരം, അത് എല്ലാ ജാതിയിലും മതത്തിലുമൊക്കെ നിരവധി അനാചാരങ്ങളുണ്ടായിരുന്നു. ഈ അനാചാരങ്ങൾക്കെതിരെ ഒരു സമരം. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ സമയത്താണ് നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നതിനകത്ത് ഒരു ചതിക്കുഴിയുണ്ട്. നിങ്ങൾ ഒരു വിവാഹത്തിൽ ഏർപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ അതിന് തടവറയിൽ വിധിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് സ്ത്രീക്കും പുരുഷനും തുടരാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ വിവാഹബന്ധം വേർപെടുത്തി പോകാം. ഒരാൾ വിധവയായി കഴിഞ്ഞാൽ അവർക്ക് വേറൊരു വിവാഹം കഴിക്കുന്നതിന് തടസ്സമില്ല. സ്ത്രീധന സമ്പ്രദായം ശരിയല്ല. ഒരു സ്ത്രീയെയും വിവാഹം കഴിക്കുന്നതിന് പുരുഷന് പണം കൊടുക്കേണ്ടതില്ല എന്നെല്ലാം ആ കാലത്ത് നിന്നുകൊണ്ട് പറയുകയും അതൊക്കെ അവിടെ നടപ്പാക്കി കാണിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു തുടർച്ചയാണ് പിന്നീട് വന്ന തമിഴ് രാഷ്ട്രീയം. അത് എത്രത്തോളം അവർക്ക് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇപ്പോഴും കടുത്ത ജാതി വിവേചനം, കേരളത്തിലേക്ക് പോലെ ഇങ്ങനെയൊക്കെ ആശയങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ആ തരത്തിലേക്ക് ഒരു ജാതി വിവേചനമൊക്കെ സാരവ്യേന കുറഞ്ഞൊരു നാടായിട്ടൊന്നും തമിഴ്നാട് മാറിയിട്ടില്ല. തമിഴ്നാട്ടിൽ ഇപ്പോഴും ദളിത് ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോൾ MK സ്റ്റാലിനാണ് ഭരിക്കുന്നത്. DMK പലതവണ ഭരിച്ചെങ്കിൽ പോലും ഇപ്പോഴും അവിടെ അത്തരം ജാതി അസമത്വങ്ങളും അസ്പൃശ്യതയും അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയും ഒക്കെ ഇപ്പോഴും അവിടെ നിലനിൽപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. പക്ഷേ തമിഴിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇതിനെല്ലാം എതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങളുടെ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യം പിന്തുടരാൻ പലപ്പോഴും ആ തമിഴ് രാഷ്ട്രീയത്തെ പിന്നീട് നയിച്ച കരുണാനിധിയൊക്കെ ആണെങ്കിൽ ഇത് പറയാവുന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തെ അതേപോലെ ചിന്തകനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. അത് തന്നെയായിരുന്നു.
ആ പാരമ്പര്യം പിന്തുടരാൻ കഴിഞ്ഞിരുന്നോ പല നേതാക്കന്മാർക്കും? അഴിമതിയിൽ മുങ്ങിപ്പോയ ഒരു വലിയ ഒരു കുറേ നാളുകൾ തന്നെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കളങ്കിതമായി ആ രാഷ്ട്രീയ ചരിത്രത്തിൽ നിൽക്കുകയല്ലേ എന്നുള്ളത് അതുണ്ട്. അതിലേക്കെല്ലാം നമുക്ക് വരാം. പെരിയാറിന് ശേഷം ഇനി പിന്നെ തമിഴ്നാട് രാഷ്ട്രീയം പറയുന്ന പേര് ആരുടേതാണ് എന്ന ചോദ്യം ഉന്നയിച്ചാൽ CN അണ്ണാദുരൈ എന്ന പേര് തന്നെയാണ് അടുത്തത് വരിക. ദ്രാവിഡ 1944 പെരിയാർ ദ്രാവിഡ കഴകം സ്ഥാപിക്കുന്നത്. അത് 5 വർഷത്തിനു ശേഷം 1949 ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന DMK-ക്ക് അണ്ണാദുരൈ രൂപം നൽകുന്നത്. ദ്രാവിഡ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പനായ പെരിയാറുമായി പിണങ്ങിക്കൊണ്ട് ആണ്. അന്ന് അണ്ണാദുരൈയുടെ മനസ്സിലുണ്ടായിരുന്നത് തമിഴരുടെ വിമോചനമാണ് എന്ന് എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് വരെ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞ അണ്ണാദുരൈ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും എല്ലാം കിടന്നുടരുന്ന പാവങ്ങളെക്കുറിച്ച് അദ്ദേഹം ആ രീതിയിലാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. 67 അദ്ദേഹം തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുക്കുമ്പോൾ ആ പെരിയാറിനു ശേഷം DMK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അത് തന്നെയാണ് അപർണ. ഈ ദ്രാവിഡ കഴകത്തിന്റെ ആദ്യം ഈ ദ്രാവിഡ പ്രസ്ഥാനങ്ങളെല്ലാം പിതാവ് പെരിയാറാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളാണ് CN അണ്ണാദുരൈ. അണ്ണാദുരൈ അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം ഒരു രാഷ്ട്രീയ ആശയം, ഇങ്ങനെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ മാത്രം പോരാ, ഇതിനെ രാഷ്ട്രീയ പാർട്ടിയായിക്കൊണ്ട് അധികാരത്തിലേക്ക്, ആ തരത്തിലേക്ക് അധികാരം നേടണം എന്നുള്ളൊരു ആശയം അണ്ണാദുരൈ മുന്നോട്ട് വെക്കുന്നു. അത് പെരിയാറുമായിട്ടുള്ള സംഘർഷത്തിലേക്കൊക്കെ നീങ്ങുന്നു. പെരിയാർ അതിന് അനുമതി നൽകാത്ത ഒരവസ്ഥയുണ്ട്. രണ്ടുപേരും ഒരേ ആശയമാണ് മറ്റെല്ലാ കാര്യത്തിലും. പക്ഷേ ആ ആശയത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ജസ്റ്റിസ് പാർട്ടി എന്നൊക്കെ പറയുന്ന ഒരു നിലപാടുമൊക്കെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇടപെട്ട് അധികാരം പിടിക്കുക എന്നുള്ള വേണ്ട അത്തരത്തിലേക്കല്ല പോകേണ്ടതെന്നായിരുന്നു പെരിയാറിൻ്റെ നിലപാട്. അതിനെ തുടർന്നാണ് അണ്ണാദുരൈ അദ്ദേഹവുമായി തെറ്റിപ്പിരിഞ്ഞ് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന DMK 1949 രൂപീകരിക്കുന്നത്. പക്ഷേ അന്ന് അണ്ണാദുരൈ ദ്രാവിഡ മുന്നേറ്റ കഴകം രൂപീകരിച്ചെങ്കിലും അദ്ദേഹത്തിന് അധികാരത്തിലെത്താൻ പിന്നെയും 10-18 വർഷത്തോളം തുടരേണ്ടി വന്നു. ഇതിനിടയിലാണ് C രാജഗോപാലാചാരി അവിടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായി, മദ്രാസ് സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത്. മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഹിന്ദി പഠനം നിർബന്ധമാക്കിക്കൊണ്ട്, എല്ലാ മേഖലയിലും ഹിന്ദി പഠനം നിർബന്ധമാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവ് വരുന്നു. ഇതിനെതിരെയാണ് അന്ന് സർക്കാർ അധ്യാപകൻ കൂടിയായ അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുന്നു. അണ്ണാദുരൈ ജയിലിലാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അണ്ണാദുരൈയുടെ പണി നഷ്ടപ്പെടുകയും ഒക്കെ ശിക്ഷാ നടപടികളൊക്കെ അണ്ണാദുരൈക്ക് ഉണ്ടാകുന്നു. അത് ഒരു ഹിന്ദി വിരുദ്ധ സമരം അവിടെ ഒരു വലിയ മൂവ്മെൻറ്റായി തന്നെ പിന്നീട് മാറി. ഹിന്ദി എന്ന് പറയുന്നത് തമിഴരെ കൂടി ഹിന്ദി പഠിപ്പിച്ച ശേഷം ആ ഹിന്ദി പഠിച്ചുകൊണ്ട് ആര്യന്മാർക്ക്, വടക്കുള്ള ആര്യന്മാർക്ക് തെക്കുള്ള ദ്രാവിഡരെ ഭരിക്കാൻ വേണ്ടിയുള്ള, അധികാരത്തിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതിനാണ് ഹിന്ദി പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു നിലപാടിന് അതിനെതിരെയുള്ള അങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഇന്നും. തമിഴ്നാട്ടിൽ നമുക്കറിയാം, കേരളത്തിലൂടെ എവിടെ സഞ്ചരിച്ച്, കേരളത്തിലല്ല ഇനി ഉത്തരേന്ത്യയിൽ സഞ്ചരിച്ചാൽ പോലും നമുക്ക് അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ ഇംഗ്ലീഷ് ബോർഡുകൾ കാണാം, നെയിം ബോർഡുകൾ കാണാം. അല്ലെങ്കിൽ ഹോട്ടലുകളുടെ പേരുകളും കടകളുടെ പേരുകളും ഒക്കെ ഇംഗ്ലീഷിലാണ് എഴുതുക. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നോക്കിയാൽ ആകെ നമ്മുടെ നെയിം ബോർഡുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 10 നെയിം ബോർഡ് ഇംഗ്ലീഷിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു നെയിം ബോർഡ് മലയാളത്തിൽ കണ്ടാലായി. അതിനപ്പുറത്തേക്ക് മലയാളം പോലും ഉപയോഗിക്കാറില്ല. അങ്ങനെ പല സംസ്ഥാനങ്ങളിലേക്ക്, താഴമനി ഉത്തരേന്ത്യയിലൊക്കെ കുറച്ചുകൂടി കൂടുതൽ ഹിന്ദിയൊക്കെ ഉപയോഗിക്കുമെങ്കിൽ പോലും അവിടെയും ഇംഗ്ലീഷ് കുഴപ്പമില്ല. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോഴും ഈ പുതിയ കാലത്ത് പോലും പ്രധാന നഗരങ്ങളിലടക്കം തമിഴ് നെയിം ബോർഡുകൾ വ്യാപകമായി നിൽക്കുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആ ഒരു വികാരം ഉണ്ടായതിനൊക്കെ കാരണം ഈ ഹിന്ദിക്കെതിരായ, ഞങ്ങൾ ഹിന്ദി പഠിക്കില്ല എന്ന് അവർ തീരുമാനിക്കുകയാണ്. അണ്ണാദുരൈ പറഞ്ഞത് ഹിന്ദിയല്ല, ഇംഗ്ലീഷാണ് ദേശീയ ഭാഷയാവേണ്ടത് എന്നുള്ള വാദമാണ് അണ്ണാദുരൈ ഉന്നയിച്ചിരുന്നത്. ഇന്ത്യയിൽ എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുന്നൊരു ഭാഷ എന്ന് പറയുന്നത്, കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് എന്ന് പറയുന്നു. അത് ഒരു തരത്തിലൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ആലോചിക്കണം, ഇപ്പോഴും ഇന്ത്യയുടെ ഭരണം നടക്കുന്നത് ഏത് ഭാഷയിൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഭരണം നിർവഹിക്കുന്നവരെല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. ആ തരത്തിലേക്കൊക്കെ മാറിയാൽ ലോകത്തേക്ക് പോകാനൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിന് പ്രയോജനപ്പെടുക? അപ്പോൾ തമിഴ് വികാരം കൊണ്ട് ഹിന്ദി, അവർ സങ്കുചിത വികാരം എന്ന് പറയുമ്പോൾ അവർ ദേശീയ തലത്തിൽ കണ്ട ഭാഷ ഇംഗ്ലീഷാണ് എന്നതുകൂടി ആലോചിക്കണം. ഇതിൽ അവിടെയാണ് ഭാവി, അതിലാണ് ഇന്ത്യയെ ഭരിക്കാൻ കഴിയുന്നത്. ഭരണത്തിന് വേണ്ടിയുള്ളതാണ് ആ ഭാഷ. ഹിന്ദി എന്ന് പറയുന്നത് ഞങ്ങളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള മട്ടിലൊക്കെയുള്ള അത്തരത്തിൽ തമിഴ് വലിയ വികാരമൊക്കെ അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ ഉയരുകയും, പക്ഷേ അന്നൊന്നും കോൺഗ്രസിൽ നിന്ന് അധികാരം പിടിക്കാൻ ഇവർ കഴിഞ്ഞില്ല. ദീർഘമായ 10-18 വർഷത്തോളം ഈ കാത്തിരിക്കേണ്ടി വന്നു. വലിയ രസമാണ് DMK-യുടെ ഒരു MP ഈ ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനത്തിനിടയായ ഒരു സാഹചര്യം ഇന്ത്യ മുന്നണിയിൽ പോലും ഉണ്ടായത് നമ്മൾ ഈയിടെ കണ്ട
കാര്യമാണ്. അതായത് ആ ഒരു നിലപാടൊക്കെ എത്രയോ കാലത്തിന് ശേഷവും തുടർന്നു പോകുകയും ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ തുടർന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ളൊരു വിഷയമൊക്കെ ഇപ്പോഴും നിൽക്കുന്ന ഒരു വിഷയം. അപ്പോഴും കിരൺ, ഞാൻ അതിനിടെ ചോദിക്കുന്നത്, ഈ അണ്ണാദുരയെ സംബന്ധിച്ചിടത്തോളം അണ്ണാദുരൈ 69 അർബുദം വന്ന് അദ്ദേഹം മരിക്കുന്നു. താൻ മരണത്തിനോടടുത്ത് വരുന്ന സമയത്ത് DMK താൻ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്, അഴിമതിയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നൊക്കെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നതായിട്ടുള്ള ആ രീതിയിലുള്ള റിപ്പോർട്ടുകളെല്ലാം കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹം ആ രീതിയിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. വളരെ നേരത്തെ, ഇത്രയും നേരത്തെ DMK അധികാരത്തിലെത്താൻ പാടില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ കുറിച്ചിരുന്നതായിട്ടും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഇതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രവചനമൊക്കെ നടത്തുകയായിരുന്നു അണ്ണാദുരൈ. യഥാർത്ഥത്തിൽ ഈ തമിഴ് രാഷ്ട്രീയം എന്തുകൊണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാളൊക്കെ ഏറെ ആശയപരമായി, ഒരുപക്ഷെ കേരളത്തിലായിരിക്കും അതിനു മുമ്പ് അത്തരത്തിലേക്കൊരു മുന്നേറ്റവും ഒക്കെ സാമൂഹ്യ മുന്നേറ്റവും ഒക്കെ ഉണ്ടായത്. അതിന് കേരളത്തിൻ്റെതായ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ആധിപത്യം, അങ്ങനെ പല കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ സമാനമായ രീതിയിലേക്ക് വലിയ മുന്നേറ്റവും ഒക്കെ ഉണ്ടാവേണ്ട, ആശയപരമായ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാടിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായില്ല? എന്തുകൊണ്ട് പെരിയാറിനെ പോലെ ഒരാൾ ജീവിച്ചിരുന്ന, പെരിയാറിനെ പോലെ തമിഴ്നാട്ടുകാർ മുഴുവൻ ഇപ്പോഴും അവരുടെ ഒരു പിതൃസ്വരൂപമായിട്ട് കാണുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇപ്പോഴും കടുത്ത അനാചാരങ്ങളും ജാതി വിവേചനവും ഒക്കെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം, ഇതിൻ്റെ പിന്തുടർച്ചക്കാരനായി വന്നത് കരുണാനിധിയാണ്. കരുണാനിധിയായിരുന്നു ഏകദേശം ഈ ഇദ്ദേഹത്തിൻ്റെ അണ്ണാദുരൈയുടെ മരണശേഷം ഈ അവസാന കാലം വരെ, കഴിഞ്ഞ സ്റ്റാലിൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് വരെയുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ മരണം വരെ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന പങ്ക് നിയന്ത്രിച്ചിരുന്നത്. ഒരു ഭാഗത്ത് MGR വരുമ്പോഴും ഇപ്പുറത്ത് എതിരാളിയായി കരുണാനിധിയാണുള്ളത്, ജയലളിത വരുമ്പോഴും മറുഭാഗത്ത് എതിരാളിയായി ഉള്ളത് കരുണാനിധിയാണ്. കരുണാനിധി ഈ രാഷ്ട്രീയമായ തന്ത്രങ്ങളുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം ആ തന്ത്രങ്ങളിൽ എന്ത് തന്ത്രവും പുലർത്താനൊക്കെ കഴിയുന്ന ആളായിരുന്നു. ഒരേ സമയം പ്രഭാഷകനും മികച്ച എഴുത്തുകാരനും ചിന്തകനും നിരീശ്വരവാദിയും ഒക്കെ ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ തത്വചിന്തകൾക്ക് നേരെ വിപരീതമായ തത്വചിന്തകളോ ആശയങ്ങളുമായിട്ടൊക്കെ യോജിക്കാനും അതുമായിട്ടൊക്കെ ചേർന്ന് പോകാനും ഒക്കെ തരം പോലെ ഈ തമിഴ് വികാരത്തെയും ഈ സ്വാഭിമാനത്തെയും ഒക്കെ ഉയർത്താനും ഒക്കെ ചെയ്ത ഒരു നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ഈ അണ്ണാദുരൈ മരിക്കുമ്പോൾ കരുണാനിധി അല്ല ആവേണ്ടത് അടുത്ത രണ്ടാമനായി പാർട്ടിയിൽ വരേണ്ടത്. പക്ഷേ കരുണാനിധി മൂന്നാമനോ നാലാമനോ ആയിരുന്ന കരുണാനിധിയാണ് പാർട്ടിയിൽ പിന്നീട് ഒന്നാമനായി വരുന്നത്. കരുണാനിധി വളരെ ബുദ്ധിപൂർവ്വം തന്നെ, ഈ തന്ത്രപൂർവ്വം തന്നെ ഇതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മേലിലേക്ക് പിടി മുറുക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രത്തെ നേരിടാൻ കഴിയുന്ന ഒരു നേതാവൊന്നും DMK-യിൽ അദ്ദേഹത്തിന് ആലോചിക്കണം. ഒരു പാർട്ടിയിൽ 49 വർഷം, ഏകദേശം 50 വർഷം, അരനൂറ്റാണ്ട് കാലം ആ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലിരുന്നു. പാടെ തകർന്നു പോയെടുത്തു നിന്നൊക്കെ തിരിച്ചു വരാനുള്ള ശേഷി, അപാരമായ നേതൃശേഷി എന്ന് പറഞ്ഞാൽ അത്യപാരമായ നേതൃശേഷി ഉണ്ടായിരുന്ന ഒരു നേതാവാണ് കരുണാനിധി. പക്ഷേ ആശയപരമായി അണ്ണാദുരൈയോ അല്ലെങ്കിൽ പെരിയാറോ ഒക്കെ ഉയർത്തിയ ആ ആശയ ദൃഢത എന്നത് കരുണാനിധി ഉപയോഗിച്ചത് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒന്നുകൂടിയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ തമിഴ്നാടിന് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു വലിയ സാമൂഹിക മാറ്റം ആ തമിഴ് ജനതയ്ക്ക് ലഭിക്കാതെ പോയത് എന്നുള്ളത് കൂടി ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊരു ദുരന്ത യാഥാർത്ഥ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു കറുത്ത യാഥാർത്ഥ്യമായിട്ടൊക്കെ ഇപ്പോഴും നിൽക്കുന്നതാണ്. ഓക്കെ, നമുക്ക് അതിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. JR കരുണാനിധി, ജയലളിത എന്ന ആ 3 ചാപ്റ്ററുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആശയപരമായിട്ട് ദ്രാവിഡ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന വിഷയം ഏറ്റവും ഈ കഴിഞ്ഞ സമയത്ത് വരെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് സനാതന ധർമ്മവും ദ്രാവിഡ ചിന്തയുമായിട്ടുള്ള ആ ഒരു ക്ലാഷ് തന്നെയാണ്. ദ്രാവിഡ ചിന്ത എന്തുകൊണ്ടാണ് സനാതന ധർമ്മത്തിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ വൈസ് വേഴ്സ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ ആ ഒരു വാക്കിനെ ചൊല്ലി ഉണ്ടാക്കിയ വിവാദം ഒരു വശത്ത്, പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ മുൻപ് തന്നെ ഇന്ത്യൻ ഭരണഘടന പിതാവ് BR അംബേദ്കർ പോലും സനാതന ധർമ്മത്തെ എതിർത്തിരുന്നു എന്നുള്ള ഒരു വസ്തുതയുണ്ട്. ഹിന്ദുമതം സമൂഹത്തിൽ ഒരു ജാതി വിവേചനം സൃഷ്ടിക്കുകയാണെങ്കിൽ, അത് ബ്രാഹ്മണ ദൈവശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുകയാണ് എന്ന് വാദിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കേണ്ടതാണ് എന്നൊരു ചിന്ത അംബേദ്കർ പ്രകടിപ്പിച്ചിരുന്നു. അതുതന്നെയാണ് ഈ ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രത്യേക രൂപം തെറ്റായ വിശ്വാസങ്ങളുടെ ഒരു ഏകീകൃത മേഖലയാണ് എന്നൊക്കെയാണ് പെരിയാർ വാദിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കടുത്ത നിരീശ്വരവാദത്തിലേക്കൊക്കെ പെരിയാർ കടന്നു പോവുകയും ഒക്കെ ചെയ്തത്. സനാതന ധർമ്മത്തെ അങ്ങനെ വെറുതെ എതിർക്കാനാവില്ല, അതിനെ ഉന്മൂലനം തന്നെ ചെയ്യണമെന്നാണ് എഴുത്തുകാരുടെ സമ്മേളനത്തിൽ വെച്ചിട്ട് ചെന്നൈയിൽ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. ഉണ്ടായ പുകിലുകൾ, വിവാദങ്ങളൊന്നും ചെറുതല്ല. പക്ഷേ
DMK ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയതുമില്ല. ഇത് ഇപ്പോൾ തുടങ്ങുന്ന ഒരു നിലപാടല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ തുടക്കം മുതൽ സനാതനധർമ്മവും അതോടൊപ്പം തന്നെ ദ്രാവിഡ ചിന്തയും തമ്മിലുള്ള ആ ഒരു റിഫ്റ്റ് അതേപടി നിലനിൽക്കുന്നു. അതിനെ രാഷ്ട്രീയപരമായി കൂടി എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? അപർണ, നമ്മൾ ഏറ്റവും ഒടുവിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഡെങ്കിയും കൊറോണയും ഒക്കെ പോലെ എതിർക്കപ്പെടേണ്ട ഒന്നല്ല, നശിപ്പിക്കേണ്ട ഒന്നാണ് സനാതന ചിന്ത എന്നുള്ളതാണ്. അത് പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ വിശ്വാസികളെല്ലാം ഉണ്ടായാലും തമിഴരുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇവരുടെ വിശ്വാസികളും അല്ലെങ്കിൽ ഈ വിശ്വാസമെല്ലാം ആചരിക്കുകയും ഇതെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും അതിനെതിരായ ശബ്ദമാണ് ഞങ്ങളുടെ യഥാർത്ഥ ജീവിതം അല്ലെങ്കിൽ ഞങ്ങളുടെ കാതൽ എന്ന് പറയുന്നത് ഇതിന് വിരുദ്ധമായ ഒന്നാണെന്നും അതിനെ ഒരാൾ പറയുന്നതിനോട് എതിരായ നിലപാട് സ്വീകരിക്കുക, അതിനെ വൈകാരികമായി കാണുകയോ ചെയ്യുന്നില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലാണ് പോലും ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെ മതപരമായിട്ടൊക്കെ എടുക്കാനും അല്ലെങ്കിൽ അത്തരം വൈകാരികമായിട്ടൊക്കെ എടുക്കാനും ഒക്കെ കുറേ ആളുകളെങ്കിലും തയ്യാറാകുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോഴും അങ്ങനെ പറയുമ്പോൾ അതിനെ അനുകൂലിക്കാൻ തമിഴിലെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരായ ആളുകൾ പോലും തയ്യാറാവുന്നു എന്നുള്ളതുകൊണ്ട്. പക്ഷേ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്തോ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടതാണെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും, എല്ലാ ബ്രാഹ്മണൻ മുതൽ ആദിവാസി വരെയുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ഇത് യോജിക്കുന്ന ഒന്നാണെന്നും ഒക്കെ കരുതുന്ന ഒരു ഘട്ടത്തിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കടക്കം അത് ഭീഷണിയായി മാറുകയും ഈ ഉദയനിധി സ്റ്റാലിനും ഒക്കെ പങ്കെടുക്കാൻ സാധ്യതയുള്ള ഇന്ത്യ മുന്നണിയുടെ യോഗം കമൽനാഥ് നടത്താനിരുന്നതാണ് മധ്യപ്രദേശിൽ വെച്ച്. ആ യോഗം തന്നെ വേണ്ടാന്ന് കമൽനാഥ് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കമൽനാഥിന് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും തമിഴ്നാടിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഈ സനാതനം എന്ന് പറയുമ്പോൾ അത് ശാശ്വതമായ സത്യം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശാശ്വതമായത് എന്നുള്ളത് മാറ്റമില്ലാത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ മാറ്റമില്ലാത്തതല്ല, മാറ്റം വേണം എന്നുള്ളതാണ് പെരിയാർ മുതൽ മുന്നോട്ട് വെക്കുന്ന ആശയം. ഈ സമൂഹത്തിലുണ്ടായിരിക്കുന്ന ഒന്നും ശാശ്വതമായതൊന്നുമില്ല, എല്ലാത്തിനും മാറ്റം വേണം, കാലത്തിനനുസരിച്ച് മാറ്റം വേണം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകൾക്കായാലും ഇവരുമായി യോജിക്കാൻ കഴിയും അത്തരം ആശയങ്ങൾ. പെരിയാറിൻ്റെ തന്നെ യാത്രയിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് യൂറോപ്പും സോവിയറ്റ് യൂണിയനും അന്ന് ബ്രിട്ടീഷ് മലയും ഒക്കെ സന്ദർശിച്ച് മടങ്ങി വരുന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ ആശയ രൂപത്തിലേക്കൊക്കെ കൊണ്ടുവരികയും അദ്ദേഹത്തിന് ഇത്തരം ആശയങ്ങളൊക്കെ അദ്ദേഹം ഒരു 4-5 വർഷം നീളുന്ന ഒരു യാത്ര, യൂറോപ്യൻ യാത്രയും എല്ലാം നടത്തിയ ശേഷമാണ് ഈ പുതിയൊരു മനുഷ്യനായി വന്നുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങളിലേക്കൊക്കെ അദ്ദേഹം എത്തുന്നത് പൂർണ്ണമായും. അത് അത്തരം ഒരു ആശയമാണ് തുടക്കം മുതൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് സനാതനത്തിനെതിരാണ്. അവർ സനാതനത്തെ കാണുന്നത്, സനാതനം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ ഹിന്ദുക്കളുമായിട്ടോ ഇന്ത്യയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതല്ല. അത് അധികാരത്തെ രൂപപ്പെടുത്താൻ വേണ്ടി, അധികാരം കയ്യിൽ വെക്കാൻ വേണ്ടി ബ്രാഹ്മണർ, എങ്ങനെയാണോ അംബേദ്കർ പറഞ്ഞത് അതുപോലെ തന്നെ ബ്രാഹ്മണർ ഉപയോഗിച്ചിരുന്ന ഒരു സിദ്ധാന്തമാണ് ഈ സനാതനം എന്ന് പറയുന്നത്. ശാശ്വതമായ കുറേ കാര്യങ്ങളുണ്ട്, അത് ബ്രാഹ്മണരുമായി ബന്ധപ്പെട്ടതാണ്. ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ ബ്രാഹ്മണരെ സഹായിക്കുമ്പോഴാണ് പുണ്യം ഉണ്ടാകുന്നത്. ബ്രാഹ്മണർക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്, അവരാണ് വരേണ്ടത് എന്നുള്ള തരത്തിലേക്കൊക്കെ ഉള്ള ആ ധർമ്മത്തെ പൂർണ്ണമായും എതിർക്കുക. അതിനെ പൂർണ്ണമായും തന്നെ എതിർത്തുകൊണ്ട് മാറ്റം വരണം. ഈ സമൂഹത്തിൽ ഇന്ന് വരെ നിലനിന്നിരുന്ന സനാതനമായ എല്ലാ കാര്യങ്ങളെയും മാറ്റം വരുത്തിക്കൊണ്ട് സാധാരണ മനുഷ്യർക്ക് അവകാശത്തിലേക്ക് വരണം എന്നുള്ളതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ഈ അണ്ണാദുരൈ വന്നതിന് ശേഷമാണ് ഈ മദ്രാസ് സ്റ്റേറ്റ് തമിഴ്നാട് എന്നുള്ളത് പോലും ആകുന്നത്. വെച്ചാൽ തമിഴരുടെ വികാരം അവർക്ക് ഉണ്ടായിരുന്നത്, അവർക്ക് മദ്രാസ് സ്റ്റേറ്റല്ല, അവരുടെ തമിഴ്നാടാണ്, തമിഴിൻ്റെ നാടാണ്. അതുകൊണ്ടാണ് അവർ തമിഴ്നാട് എന്ന പേര് അണ്ണാദുരൈയാണ് നൽകുന്നത്. അതിനു മുമ്പ് വരെയും സ്വാതന്ത്ര്യ ശേഷം അതിനു മുമ്പ് വരെയും മദ്രാസ് സ്റ്റേറ്റായിട്ട് നിന്നതാണ്. അപ്പോൾ ആ തരത്തിലേക്കെല്ലാം ഈ സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത് തമിഴർ പൊതുവെ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവർ കരുതുന്നത് അവരുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി തന്നെ ഇത് തമിഴർക്ക് വിരുദ്ധമാണ്, അടിസ്ഥാന ജനവിഭാഗത്തിന് വിരുദ്ധമാണ്. ഇത് ഒരു ചെറു ന്യൂനപക്ഷം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ 2-3% മാത്രം ഉണ്ടായിരുന്ന ബ്രാഹ്മണർക്ക് മാത്രം സഹായിക്കുന്ന അവരുടെ അധികാര ഘടനയെ രൂപപ്പെടുന്നതാണ്. ഇത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതല്ല എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ചിന്താധാരയിലാണ് തമിഴർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉദയനിധി സ്റ്റാലിൻ്റെ വാക്കുകൾ കൊണ്ട് ഉദയനിധി സ്റ്റാലിനായാലും DMKക്കായാലും നേട്ടം കൂടുതലാണ് ഉണ്ടാവുന്നത്. ഈവൻ ആലോചിക്കണം, വിശ്വാസിയൊക്കെ ആയിരുന്ന ജയലളിതയെ പോലും തമിഴ്നാട്ടിൽ ചെയ്തത് എന്താണ്? അത് അവർ പോലും ഈ തരത്തിലേക്ക് ദ്രാവിഡ ആശയങ്ങളൊക്കെയാണ് അവർ മുൻപോട്ട്, അവർ അല്ലാതെ പൂജകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും അവർ പുറമേക്ക് പറയാൻ വെച്ചിരുന്നത് ദ്രാവിഡ ആശയങ്ങളാണെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് തമിഴ് രാഷ്ട്രീയത്തിന് ഇപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് അവിടെ ഗുണം ചെയ്യും. പക്ഷേ ദേശീയ തലത്തിൽ മാറിയ ദേശീയ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഈ സനാതനത്തിനെതിരെയൊക്കെ പറയുന്നത് അംബേദ്കറോ അല്ലെങ്കിൽ ഇപ്പോൾ ദൈവമില്ല എന്ന് പെരിയാർ പറഞ്ഞതൊക്കെ ഇപ്പോൾ ദേശീയ തലത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ആലോചിച്ച് നോക്കാവുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ആ തരത്തിലേക്ക് മാറിയിട്ടുണ്ട് തമിഴർക്ക് ഇപ്പോഴും. പക്ഷേ അത്തരം പാരമ്പര്യങ്ങൾ അവർ മുറുകെ പിടിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ്, വളരെ പോസിറ്റീവായി പുരോഗമനാത്മകമായി കാണാവുന്ന ഒന്ന് തന്നെയാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഉള്ള തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സിനിമയുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് തമിഴ് രാഷ്ട്രീയം. ആ പേരുകളിലേക്കെല്ലാം വരുന്നതിന് മുൻപ് MK സ്റ്റാലിനേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ DMK സർക്കാരിലേക്ക് വരുന്നതിന് മുൻപ് എടുത്തു പറയേണ്ട 3 പേരുകൾ: തമിഴ്നാടിന് ദൈവതുല്യമായിരുന്ന MGR, തമിഴ്നാടിൻ്റെ കലൈഞ്ചറായിരുന്ന കരുണാനിധി, പുരട്ചി തലവി ജയലളിത. ഇവരെല്ലാവരുടെയും രാഷ്ട്രീയ ജീവിതം ഏത് രീതിയിൽ തമിഴ്നാടിൻ്റെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പങ്കുവഹിച്ചിരിക്കുന്നു എന്നുള്ള ചിത്രം കൂടിയുണ്ട്. അതെല്ലാമായി തിരികെ വരാം റഷ്യൻ ചാനലിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇതെല്ലാം 60 लाख महिलाओं के बैंक अकाउंट खोले. ये सफलता कैसे मिली? मोदी उड़े गारंटी. हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए. ये कैसे संभव हुआ? मोदी उड़े गारंटी. हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया. इसे किसे संभव बना दिया? मोदी उड़े गारंटी. हमने सैनिक स्कूलों में बेटियों के एडमिशन का रास्ता खोला. ये कैसे संभव हुआ? मोदी उड़े गारंटी. मोदी उड़े गारंटी. हमने लोकसभा विधानसभा में महिलाओं को रिजर्वेशन दिया. ये वायदा कैसे पूरा हुआ? मोदी उड़े गारंटी. मेरे परिवारजनों, आज जब हम विकसित भारत की बात कर रहे हैं तो उसमें नारी शक्ति को हम एक सशक्त फोर्स बनाना चाहते हैं. इसलिए आने वाले समय में हमारी माताओं, बहनों, बेटियों के लिए अवसर ही अवसर आने वाले हैं. अब 15,000 महिला सेल्फ हेल्प ग्रुप को ड्रोन मिलेंगे क्योंकि आपके पास है मोदी युड़े गारंटी. अब देश में 2 करोड़ महिलाएं लखपति दीदी बनाई जाएगी. ये ാണ് കരുണാനിധി എന്ന കലൈഞ്ചർ DMKയുടെ അധ്യക്ഷനാകുന്നത്. അന്ന് VR നെടുഞ്ചെഴിയനുമായിട്ടുണ്ടായിരുന്ന ചെറിയ ഒരു പിളർപ്പും തർക്കവും ഒക്കെ ഉണ്ട്. അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി. പിന്നീട് നെടുഞ്ചെഴിയൻ MGRനൊപ്പം പോവുകയും ചെയ്തു. പാർട്ടിയുടെ അധ്യക്ഷനായി 2 വർഷം. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ DMK നേടിയത് ഞെട്ടിച്ചുകൊണ്ട് 184 സീറ്റുകളാണ്. പക്ഷെ അതിനുശേഷം MGR പാർട്ടിക്കുള്ളിൽ നടത്തിയ ഒരു പിളർപ്പുണ്ട്. അത് കരുണാനിധിയെ ഞെട്ടിച്ചു. DMK പിളർത്തി അണ്ണാ DMKക്ക് രൂപം നൽകുകയായിരുന്നു MGR. 12 വർഷം അധികാരം നഷ്ടപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് DMK പോയി. അതിനുശേഷമാണ് കരുണാനിധി വീണ്ടും മുഖ്യമന്ത്രിയാകുന്നത്. 5 തവണ കരുണാനിധി മുഖ്യമന്ത്രിയായി. അതേസമയം MGR മാറിയത് തമിഴ്നാട് ജനതയെ സംബന്ധിച്ചിടത്തോളം ദൈവതുല്യനായിട്ട് മാറുകയായിരുന്നു. അണ്ണാദുരൈയുടെ ശിഷ്യൻ. കരുണാനിധിയുടെ ഡയലോഗുകൾ MGRലൂടെ ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ അത് വളരെ പെട്ടെന്ന് ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങളെ എത്തിച്ചു. കരുണാനിധിയുമായി തെറ്റിപ്പിരിഞ്ഞാണ് അണ്ണാദുരൈയുടെ മരണശേഷം MGR രൂപീകരിക്കുകയും ചെയ്യുന്നത്. തമിഴ് രാഷ്ട്രീയം ഉറ്റുനോക്കിയ ബന്ധമാണ് കരുണാനിധി MGR ബന്ധം. രാഷ്ട്രീയ പ്രതിയോഗികളായി ഇരുന്ന സമയത്തു പോലും സൗഹൃദം കാത്തുസൂക്ഷിച്ച 2 പേർ. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ആ ഒരു രാഷ്ട്രീയ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ച 2 പേർ. അവർ 2 പേരും തമ്മിൽ ഷെയർ ചെയ്ത ആ ഒരു റാപ്പോ, അത് വളരെ ചുരുക്കം വാക്കുകൾ പറഞ്ഞു തീർക്കാവുന്ന ഒന്നല്ല. ആ 2 പേരുകൾ, ആ 2 പേരുകൾ തമ്മിലുള്ള ബന്ധം അതെങ്ങനെയാണ് ചുരുക്കത്തിൽ വ്യാഖ്യാനിക്കുക? അപർണ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവർ 2 പേരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ 2-3 മണിക്കൂർ പറയാൻ കഴിയുന്ന അത്രത്തോളം വിശാലമായ കഥകളും തമാശകളും എല്ലാം നിറഞ്ഞതാണ്. ഒരുപാട് നാടകീയ സംഭവങ്ങൾ കൂടി നിറഞ്ഞതാണ് ഈ 2 പേർ. 2 പേരും തമിഴ് ജനതയെ അത്രമേൽ ആഴത്തിൽ സ്വാധീനിക്കുകയും
അവരെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തവരാണ്. രണ്ട് തരത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾ നടനും മറ്റേയാൾ തിരക്കഥാകൃത്തും ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സംഭാഷണവും തിരക്കഥയും ഒക്കെ എഴുതുന്ന ആളായിരിക്കും, രചയിതാവായിരിക്കുമ്പോൾ ആ വ്യത്യാസം ഉണ്ടായിരുന്നു. കലൈഞ്ജർ കരുണാനിധി എപ്പോഴും ചെയ്തിരുന്നത് കരുണാനിധിക്ക് ഒത്ത തരത്തിലേക്ക് തമിഴ് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാനും ഒക്കെ കഴിഞ്ഞിരുന്ന ആളാണ്. MGR അങ്ങനെയല്ല. നടൻ നായകൻ എന്ന നിലയ്ക്ക് മുന്നിൽ നിന്നാണ്. MGR ഇങ്ങനെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവസാന നിമിഷവും ആ തരത്തിൽ തന്നെ മുന്നിൽ നിന്ന് മരണം വരെ അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും മരണം വരെ അദ്ദേഹം ആ തരത്തിൽ അദ്ദേഹത്തിന് അത്രത്തോളം ആരാധകരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കഥയുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ MGR എന്ന് പറയുന്ന ഒരു സിനിമാ നടനെ രാജകുമാരി എന്ന് പറയുന്ന സൂപ്പർ മെഗാ ഹിറ്റ് എന്നൊക്കെ ഇപ്പോൾ പറയാവുന്ന ഒരു സിനിമയിൽ അത് കരുണാനിധിയുടെ സംഭാഷണങ്ങളാണ്. കരുണാനിധി നന്നേ ചെറുപ്പത്തിലെ 13-ാം വയസ്സിൽ പൊതുപ്രവർത്തനം തുടങ്ങുകയും ഈ തമിഴ് സ്റ്റുഡൻസ് വിദ്യാർത്ഥി കഴകത്തിൻ്റെ ആദ്യ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഒക്കെ ഉണ്ടാക്കി അത് സാഹിത്യവും ചർച്ച ചെയ്യാൻ കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വിദ്യാർത്ഥി കഴകം. അതുവഴിയാണ് അദ്ദേഹത്തിൻ്റെ ഈ അഴഗിരി സ്വാമി എന്ന് പറയുന്ന അവിടുത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും ദ്രാവിഡ ചിന്തകളുടെ പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകന് അഴഗിരി എന്ന പേര് നൽകിയത് തന്നെ. അങ്ങനെ അഴഗിരി സ്വാമിയുടെ സ്വാധീനത്തിലാണ് അദ്ദേഹം 13-ാം വയസ്സിൽ പ്രവർത്തനം തുടങ്ങുന്നത്. അദ്ദേഹം വളരെ വേഗം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലും അപാരമായ കഴിവുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു കരുണാനിധി. അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ തമിഴ് DMKയുടെ തലപ്പത്തേക്കൊക്കെ വരികയും ഈ ചിത്രത്തോടു കൂടി തന്നെ കരുണാനിധിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ MGRനെ പോലെ ഒരാൾ ഉണ്ടെങ്കിൽ MGRനെ ഈ തമിഴ് രാഷ്ട്രീയം MGRനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സിനിമയെ വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോൾ MGRനെ പോലെ ഒരാളെ മുന്നിൽ നിർത്തുന്നത് DMKയുടെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായകരമാണ്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞ ആൾ എന്ന് പറയുന്നത് കരുണാനിധിയാണ്. അങ്ങനെയാണ് കരുണാനിധി അന്ന് വരെ ഗാന്ധിയൻ ആദർശങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ ആ മട്ടിൽ ജീവിച്ചിരുന്ന മലയാളിയായ കൂടി ആയിരുന്ന MG രാമേന്ദ്രൻ ആ തരത്തിൽ നിന്നയാളിനെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് കരുണാനിധിയാണ്. അന്ന് പറഞ്ഞിരുന്നത് കരുണാനിധിയുടെ വാക്കുകളിലൂടെ, കരുണാനിധിയുടെ തീപാറുന്ന അല്ലെങ്കിൽ ആവേശം കൊള്ളിക്കുന്ന വാക്കുകളെല്ലാം തിരശീലയിൽ നടിച്ചത് MG രാമേന്ദ്രനാണ്. അന്ന് ദൈവങ്ങളായും വീരന്മാരായും എല്ലാം വന്നത് MG രാമേന്ദ്രനാണ്. അങ്ങനെ ക്രമേണ MG രാമേന്ദ്രൻ MGR തമിഴ്നാട്ടിലെ ഒരു തരത്തിൽ പറഞ്ഞാൽ താരാരാധനയൊക്കെ കടന്ന് ദൈവതുല്യനായ ഒരു മനുഷ്യനായി ഒക്കെ മാറി. തമിഴ്നാട്ടിലെ ഒരു ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു മനുഷ്യൻ്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആത്മാഹൂതി ചെയ്തത്, സ്വമേധയാ അടക്കം ആത്മാഹൂതി ചെയ്തവർ എന്ന് പറഞ്ഞാൽ അത് MGRൻ്റെ മരണത്തിലായിരിക്കും. അത്രമേൽ തമിഴ് ജനതയുടെ ഒരു വൈകാരികമായോ അവരൊരു ദൈവമായിട്ടും ഒക്കെ കണ്ടത് ഈ MGRനാണ്. MGRനെ ആ രൂപത്തിലേക്ക് യഥാർത്ഥത്തിൽ മാറ്റിയത് ഈ കരുണാനിധിയുടെ തിരക്കഥകളോ കരുണാനിധിയുടെ കഥകളും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും ഒക്കെ തന്നെയാണ്. പിന്നീടാണ് അവർ അധികാരത്തിലേക്ക് വരുന്നത്. അധികാരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും MGRന് ഒരു പ്രധാന മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു MGR. കരുണാനിധി വെക്കുന്ന ഉപാധി സിനിമ നിർത്തണം എന്നുള്ളതാണ്. സിനിമ നിർത്തിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ കഴിയൂ എന്നുള്ളത്. ഈ അണ്ണാദുരയ്ക്ക് ശേഷം അധികാരം പിടിക്കുമ്പോൾ MGRും കരുണാനിധിയും ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഒരുമിച്ച് നിന്നാണ് കരുണാനിധി അധികാരം DMKയുടെ തലപ്പത്തേക്ക് എത്തുന്നതുമെല്ലാം നെടുഞ്ചെഴിയനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് തലപ്പത്തുന്നതുമെല്ലാം ചെയ്തത്. അതിനുശേഷം ഇവർ തമ്മിൽ സ്വാഭാവികമായും അധികാരത്തിൻ്റെ തർക്കങ്ങളുണ്ടായി. അത് മൂർച്ഛിക്കാൻ ഒരു കാരണം ജയലളിത കൂടിയാണ്. ജയലളിത MG രാമേന്ദ്രൻ്റെ ഭാര്യ ജാനകി, പക്ഷേ ജയലളിത MGRൻ്റെ വളരെ പ്രിയപ്പെട്ട നായികയായി വരുന്നു. ജാനകിയും നേരത്തെ നായികയായിട്ട് തന്നെ വന്നാണ്. ജയലളിതയുടെ സ്വാധീനം കൂടുതലായി വരുന്നു. അവർ ഇതിൻ്റെ പ്രചരണ വിഭാഗത്തിൻ്റെ സെക്രട്ടറിയൊക്കെ ആവുന്നു. സ്വാഭാവികമായും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കരുണാനിധിയെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ അധികാരത്തെ അഴിമതിയുടെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൂടി കരുണാനിധി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അതെല്ലാം MGRലും ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ആഴത്തിലുള്ള വിടവുണ്ടാക്കുകയും പിന്നീടാണ് MGR കരുണാനിധിയുമായി വിട്ട് പ്രത്യേകമായ ഒരു പാർട്ടി AIDMK പാർട്ടി രൂപീകരിക്കുകയും അദ്ദേഹം പാർട്ടി രൂപീകരിച്ചതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന് സംസ്ഥാനത്ത് അധികാരത്തിൽ ഏറാനുള്ള 77-ൽ അദ്ദേഹത്തിന് അധികാരത്തിൽ വരാനെല്ലാം കഴിയുന്നത് MGRന് അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഈ കരുണാനിധി MGR എനിക്കൊന്ന് പുതിയ കുറേ തലമുറക്കെങ്കിലും ഇരുവർ സിനിമയിൽ ഒക്കെ കണ്ട ആ ഒരു അതിൻ്റെ ഒരു അതുമായി ബന്ധപ്പെടുത്തിയ കഥകൾ തന്നെയാണ്. പൂർണ്ണമായും ചരിത്രവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിലും ചരിത്രവുമായി കുറേയൊക്കെ ചേർന്ന് നിൽക്കുന്ന, അതിനോട് സമാനമായ അതിനെ തന്നെയാണ് പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റൊരു തരത്തിലേക്കൊക്കെ മാറ്റി. എന്തായാലും സിനിമയാകുമ്പോൾ അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും. എന്തായാലും അത് വളരെ കൃത്യമായി തന്നെ ഈ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം, രണ്ടുപേർക്കും തമ്മിലുള്ള ബന്ധത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ അറിയാം. MGR ഒരിക്കൽ ജയിക്കുന്നു, വീണ്ടും മത്സരിച്ച് ജയിക്കുന്നു, അതിനുശേഷം അദ്ദേഹം അർബുദ ബാധിതനായി അദ്ദേഹം മരണമടയുന്നു. മരണമടയുന്നതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടി ജയലളിതയുമായി ബന്ധപ്പെട്ട ഇടയ്ക്ക് MGRൻ്റെ അടുത്ത് ജയലളിത തെറ്റി കരുണാനിധിയുടെ അടുത്ത് ചെന്നു ജയലളിത ചെല്ലുമ്പോൾ
കരുണാനിധി നേരെ ഫോണിൽ വിളിച്ച് കരുണാനിധിക്ക് അന്നേരം വലിയ സന്തോഷം. തലൈവ ഇതേക്കനി ഇங்கே ഇരിക്ക്, നിങ്ങളെങ്ങനെ ഇരിക്കുന്നു എന്ന് തിരിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്താൽ ഒരു വലിയ റിവെഞ്ച് പോലെയാണ് കരുണാനിധി അതെടുത്തത്. പക്ഷേ MGR ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ കരുണാനിധിയുടെ പാളയത്തിൽ നിന്ന് തിരികെ ജയലളിതയെ MGRന്റെ പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ കരുണാനിധി പിന്നീടൊക്കെ പറയുന്നത് താൻ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ MGRനോട് ഇത് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തത്. ജയലളിതയെ അറിയാം, ജയലളിതയ്ക്ക് അധികകാലം MGRുമായി തെറ്റി തൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല, താൽക്കാലികമാണ് ഈ പിണക്കമെന്നും അവരുടെ വാശിയൊക്കെ കൊണ്ട് വന്നതാണെന്നും ഒക്കെ അറിയാം. അത് ആ തരത്തിൽ മാത്രമേ താൻ കണ്ടുവെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. എന്തായാലും അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയില്ല. ഇവരൊക്കെ പിന്നീട് പറയുന്നത് സ്വന്തം താല്പര്യത്തിന് വെച്ചാവാം, ചിലപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു തന്നെയാവാം. ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ തിരികെ ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ ജയലളിത മടങ്ങി പോവുകയും ഒക്കെ ചെയ്തു. MGRനെതിരെ ഇതേ സിനിമ കൊണ്ട് MGRനെ വലുതാക്കിയ, MGRനെ തകർക്കാൻ ഉപയോഗിച്ചതും ഇതേ കരുണാനിധിയുടെ സിനിമകൾ തന്നെയാണ്. അന്ന് സൂപ്പർ മെഗാ ഹിറ്റായ എൻ്റെ സിനിമയുടെ പേര് നീതിക്കു ദണ്ഡനയും മക്കളൻ പക്കവുമൊക്കെ. നീതിക്കു ദണ്ഡന സിനിമയൊക്കെ MGRനെതിരെ ഉയർന്ന ജനരോഷത്തെ ശക്തമാക്കാൻ വേണ്ടി കരുണാനിധി തന്നെ വീണ്ടും. കരുണാനിധി എല്ലാ കാലത്തും അധികാരം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ അദ്ദേഹം സിനിമയെ എങ്ങനെയാണ്, ഏത് ആയുധം ഉപയോഗിച്ചാണോ സിനിമ ഉപയോഗിച്ചുകൊണ്ട് കരുണാനിധി MGRനെ രൂപപ്പെടുത്തിയത്, അതേ ആയുധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കരുണാനിധിക്കെതിരായ MGRനെതിരായ വലിയ നീക്കം നടത്താനും ഈ കരുണാനിധി തയ്യാറായിട്ടുണ്ട്. പലപ്പോഴും അവർ തമ്മിൽ പറയുന്ന പല കഥകളും, പല ചരിത്രകാരന്മാർ പറയുന്ന കഥകൾ പോലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം MGR മരിച്ചു, പിന്നീട് പറയാൻ കരുണാനിധി മാത്രമേ വെർഷൻ ഉണ്ടായിരുന്നുള്ളൂ. ജയലളിത പറയുന്ന വെർഷൻ പോലും രാഷ്ട്രീയമായി നിന്നുകൊണ്ട് പലപ്പോഴും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള സംശയം. എന്തായാലും നിരവധി കഥകൾ, ഇത്രത്തോളം രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിൽ കഥകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിയും തെറ്റുമായ കഥകളുണ്ടെങ്കിൽ അത് MGRും കരുണാനിധിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതെ, അദ്ദേഹത്തിൻ്റെ കലൈഞ്ജരുടെ തിരക്കഥകളിലേക്ക് വരുമ്പോൾ കൂടുതൽ വിശദീകരിച്ച് അതിലേക്ക് വരാം. അതിനു മുൻപ് നമുക്കൊരു വാർത്തയിലേക്ക് പോയ ശേഷം, ഒരു സ്റ്റോറി നമുക്ക് കണ്ടതിന് ശേഷം വരാം. ചെന്നൈയിലെ ചെപ്പോക്കിലുള്ള മറീന ബീച്ചിൽ ഡോക്ടർ MGR മെമ്മോറിയൽ പാർക്കിൽ വലിയ തിരക്കാണ് ഇപ്പോഴും. അത് ബീച്ച് കാണാനോ പാർക്കിൽ സമയം ചെലവഴിക്കാനോ എത്തുന്നവരോ ഒന്നുമല്ല, മിക്കവരും MGR സ്മാരകം കാണാൻ വേണ്ടി വരുന്നവരാണ്. MG രാമചന്ദ്രൻ മരണമടഞ്ഞിട്ട് 3.5 പതിറ്റാണ്ട് കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തോടുള്ള ആരാധന ഇന്നും തമിഴ് മക്കൾക്ക് കുറഞ്ഞിട്ടില്ല. MGR മെമ്മോറിയൽ പാർക്കിലെ തിരക്കിന് കാരണവും മറ്റൊന്നല്ല. ഒരു കാലഘട്ടത്തിലെ തമിഴ് സിനിമയെയും പിന്നീട് തമിഴ് രാഷ്ട്രീയത്തെയും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് നിയന്ത്രിച്ച വ്യക്തിയാണ് മുരുതൂർ ഗോപാലൻ രാമചന്ദ്രൻ എന്ന MGR. 1917 ജനുവരി 17 പാലക്കാട് വേരുകളുള്ള രാമചന്ദ്രന്റെ ജനനം. എല്ലിസ് ഡങ്കൻ സംവിധാനം ചെയ്ത് 1936 പുറത്തിറങ്ങിയ സതി ലീലാവതി എന്ന ചിത്രത്തിലൂടെ 20-ാം വയസ്സിൽ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം. 1947 കരുണാനിധിയുടെ തിരക്കഥയിൽ വമ്പൻ ഹിറ്റായ രാജകുമാരി എന്ന സിനിമയിലൂടെ തമിഴ് സിനിമയിലെ മിന്നും താരമായി. വിവിധ ഭാഷകളിലായി 136 ചിത്രങ്ങളിൽ അഭിനയിച്ചു. രാഷ്ട്രീയത്തിലും സിനിമയിലും സുഹൃത്തായ കരുണാനിധിയായിരുന്നു വഴികാട്ടി. 1953 DMKയിൽ ചേർന്ന MGR 50-ാം വയസ്സിൽ ആദ്യമായി തമിഴ്നാട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1969 പാർട്ടി ട്രഷററായി. 1972 വമ്പൻ ട്വിസ്റ്റുണ്ടാകുന്നത്. നടനും എഴുത്തുകാരനും പിരിഞ്ഞു. അതേ വർഷം തന്നെ AEADMK എന്ന പുതിയ പാർട്ടി MGR രൂപീകരിച്ചു. 1977 തെരഞ്ഞെടുപ്പിൽ 234 നിന്ന് 144 സീറ്റുകൾ നേടി തമിഴ്നാട് മുഖ്യമന്ത്രിയായി. 1980 85 വിജയം ആവർത്തിച്ചു. മുഖ്യമന്ത്രിയായിരിക്കെയാണ് 1987 തമിഴ്നാട്ടുകാരുടെ സ്വന്തം പുരട്ചി തലൈവർ മരിക്കുന്നത്. മരണശേഷം ജയലളിത മുഖ്യമന്ത്രി കസേരയിൽ എത്തിയതും MGR വികാരമുയർത്തിയാണ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കലൈഞ്ജരുടെ തിരക്കഥകളിലേക്ക് കടക്കണം. ഉടൽ മണ്ണുക്ക് ഉയിർ തമിഴുക്ക്, അദ്ദേഹത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഡയലോഗുകളിൽ ഒന്നായിരുന്ന ഇത്. മുത്തുവേൽ കരുണാനിധിയുടെ ആ തിരക്കഥകൾ എല്ലായ്പ്പോഴും സാധാരണ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള തിരക്കഥകളായിരുന്നു അദ്ദേഹം എഴുതിയത്. അതിനകത്ത് അദ്ദേഹം കൊണ്ടുവന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് പരാമർശിക്കപ്പെട്ടു. ചെന്തമിഴ് കലൈഞ്ജർ, അങ്ങനെയാണ് വെള്ളിത്തിരയുടെ ചെന്തമിഴ് കലൈഞ്ജർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. കരുണാനിധി എന്ന പേര് ആദ്യം വെള്ളിത്തിരയിൽ എഴുതി ചേർക്കപ്പെട്ടത് 52 മന്ദിരികുമാരി എന്ന ചിത്രത്തിലായിരുന്നു. അതിനു മുൻപ് തന്നെ അഭിമന്യു എന്നൊരു പുരാണ സിനിമയിൽ അദ്ദേഹം തിരക്കഥ എഴുതിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് അതിനകത്ത് വെക്കുകയുണ്ടായില്ല. അദ്ദേഹം സംസ്കൃതത്തിൽ, അതുവരെ സംസ്കൃതവുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണം, സംസ്കൃതത്തിൽ കലർന്ന തമിഴ് സംഭാഷണത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ശുദ്ധമായ
തമിഴിലാണ് കരുണാനിധി സംഭാഷണം എഴുതിയത്. 75 സിനിമകൾക്ക് വേണ്ടി കരുണാനിധി തിരക്കഥ എഴുതി. നേരത്തെ കിരൺ ബാബു പറഞ്ഞ പോലെ വിധവാ വിവാഹം, തൊട്ടുകൂടായ്മ, അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അതിനൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ആയുധമാക്കി അദ്ദേഹം സിനിമയെ കൊണ്ടുവരികയും ചെയ്തത്. ഒരല്പം കൂടി നമുക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട്, അതായത് MGR യുഗത്തിന് ശേഷവും രാഷ്ട്രീയത്തിൽ അദ്ദേഹം ആയുധമായി സിനിമയെ ഉപയോഗിച്ചത് അതേത് തലത്തിൽ കൂടിയായിരുന്നു എന്ന് വേണം. പ്രത്യേകിച്ച് ജയലളിത യുഗത്തിലും കരുണാനിധി ആ ആയുധം താഴെ വെച്ചിരുന്നില്ല. അപർണ, ഇതിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ എം കരുണാനിധി എന്ന് പറയുന്ന വ്യക്തി അടിസ്ഥാനപരമായി ഒരു തിരക്കഥാകൃത്താണ്. അദ്ദേഹം എഴുതിയ തിരക്കഥകൾ സിനിമയ്ക്ക് വേണ്ടിയായാലും എല്ലാം രാഷ്ട്രീയ തിരക്കഥകൾ തന്നെയാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ തിരക്കഥകളുടെ തുടക്കത്തിൽ തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, രാഷ്ട്രീയ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സിനിമയെ എങ്ങനെ വളരെ കൃത്യമായി ഉപയോഗിക്കാമെന്ന് കൃത്യമായി തിരിച്ചറിയുകയും അതിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തതാണ്. പെരിയാറൊക്കെ സൃഷ്ടിച്ച ഒരു വലിയ തമിഴ് വികാരം തമിഴ്നാട്ടിലുണ്ട്, അല്ലെങ്കിൽ അതിനനുകൂലമായ ഒരു വലിയ വികാരമുണ്ട്. ഈ വികാരത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരിലേക്ക് എത്തിച്ച് രാഷ്ട്രീയമാക്കുക. ആ രാഷ്ട്രീയമാക്കുന്നതിന് തമിഴ്നാട്ടിനെ പോലൊരു നാട്ടിൽ സിനിമയ്ക്കുണ്ടായിരുന്നൊരു പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യം MGRനെ അദ്ദേഹം ഈ തിരക്കഥകൾക്ക് ഉപയോഗിച്ച് അദ്ദേഹം ഓരോ സിനിമയും എടുത്തിരുന്നത് സിനിമയെ വിജയത്തിലേക്ക് എത്തിക്കുമ്പോഴും ആ സിനിമയിലൂടെ ഈ പറയുന്ന ഓരോ രാഷ്ട്രീയ സന്ദേശങ്ങൾ എന്താണ്, ഓരോ വിധവാ വിവാഹത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങൾ, സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ളത്, തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടിയുള്ളത്, ജാതി സമ്പ്രദായത്തിന് എതിരെയുള്ളത്, ബ്രാഹ്മണ്യത്തിന് എതിരെയുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ സന്ദേശങ്ങൾ വളരെ കൃത്യമായി അതിനെ എങ്ങനെ രാഷ്ട്രീയ രൂപത്തിലേക്ക് മാറ്റാം. നേരത്തെ അപർണ പറഞ്ഞതുപോലെ തമിഴരുടെ യഥാർത്ഥ തമിഴിൽ, സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന മനസ്സിലാവുന്ന തമിഴിൽ എങ്ങനെ അവരുടെ സിരകളെ ത്രസിപ്പിക്കുന്ന രീതിയിലേക്ക് സംഭാഷണം എഴുതാൻ കഴിയും. അങ്ങനെ തിരക്കഥകളും സംഭാഷണവും അതേപോലെ തന്നെ എഴുതാൻ കഴിയുന്ന, ആശയങ്ങൾ അവതരിപ്പിക്കാൻ മാത്രമല്ല ആശയങ്ങൾ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ സംഭാഷണ രൂപത്തിലാക്കി അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവ് കൂടിയാണ് കരുണാനിധി. കരുണാനിധിയെക്കുറിച്ച് പറഞ്ഞൊരു ചെറിയൊരു തമാശ കൂടിയുണ്ട്. ഈ മറീന ബീച്ചിൽ സാധാരണ ഇവരുടെ വലിയ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത് മറീന ബീച്ചിലാണ്. മറീന ബീച്ചിൽ കരുണാനിധി ഏതോ ഒരു പ്രചരണത്തിന് ഉദ്ഘാടനത്തിന് വരാൻ വന്നപ്പോൾ അദ്ദേഹം വന്നപ്പോഴേക്ക് രാത്രി 10:30 മണിയായി. തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങളൊക്കെ നേരത്തെ കിടന്നുറങ്ങുകയും വളരെ നേരത്തെ എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യുന്ന ശീലമുള്ള സാധാരണ മനുഷ്യരും കർഷക തൊഴിലാളികളും ജീവനക്കാരും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുടെ അടുത്താണ് 10:30 വന്നപ്പോഴേക്കും ഇവരെല്ലാവരും ഏകദേശം ഉറക്കത്തിലേക്ക് വീണ് കഴിഞ്ഞു. അപ്പോൾ MGR അന്ന് തുടങ്ങുന്നത് എങ്ങനെയാണ്, നേരമേ 10:30, നിങ്ങളോ നിദ്രൈ, ഞാൻ യാത്ര എന്നുള്ള തമിഴിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കൃത്യമായി ഓർക്കുന്നില്ല. അങ്ങനെയായിരുന്നു, നിങ്ങൾ ഉറക്കത്തിലാണ്, സമയം 10:30 നിങ്ങൾ ഉറക്കത്തിലാണ്, അതുകൊണ്ട് ഞാൻ യാത്രയാവുകയാണ് എന്ന് പറഞ്ഞു. അതോടുകൂടി പെട്ടെന്ന് ആ ഒരു സംഭാഷണത്തിൻ്റെ ശൈലി കൊണ്ട് തന്നെ ആളുകളെല്ലാം ഉണർന്ന് ഞങ്ങൾ ഉറക്കം വിട്ടുണർന്നു നിൽക്കണം, കലൈഞ്ചർ നിന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ കലൈഞ്ചറുടെ സംസാരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നീളുന്ന സംഭാഷണങ്ങളാണ്. എങ്ങനെയാണോ ആ പ്രസംഗവേദിയിലൊക്കെ സംസാരിക്കുന്നത് അതിനേക്കാൾ മൂർച്ചയോടുകൂടി തിരക്കഥകളെ. അപ്പോൾ രാഷ്ട്രീയ തിരക്കഥകൾ അദ്ദേഹം സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും അതേ തിരക്കഥകൾ തന്നെയായിരുന്നു. ആ തിരക്കഥകൾ എഴുതുന്നതിൻ്റെ ഒരു യാന്ത്രികത, അല്ലെങ്കിൽ അതിനെ വൈകാരികമായി അവതരിപ്പിക്കുമ്പോഴും അത് ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്ന എന്നുള്ളൊരു യാന്ത്രികത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ കടുത്ത തമിഴ് വംശീയതയുടെ അല്ലെങ്കിൽ തമിഴ് ദേശീയതയുടെ ഒക്കെ വക്താവായി നിൽക്കുമ്പോഴും തമിഴ് വികാരത്തിൻ്റെ ആളായി നിൽക്കുമ്പോഴും NDA സർക്കാരിനൊപ്പം വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് വാജ്പേയി സർക്കാരിൽ പങ്കാളിയാവാൻ BJPക്കൊപ്പം ചേർന്ന് ഭരിക്കാൻ കഴിയുന്ന അന്ന് വലിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നതാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഹിന്ദുത്വ ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം ചേർന്ന് ഒരു ദ്രാവിഡ പാർട്ടിക്ക് ഭരിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നതാണ്. പക്ഷേ അവിടെയെല്ലാം കരുണാനിധിയെ ഇത്തരം തന്ത്രങ്ങൾ, അധികാരത്തിന് വേണ്ടി തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും ആ തന്ത്രങ്ങൾക്ക് കൃത്യമായ വ്യാഖ്യാനങ്ങൾ നൽകുകയും അതിനെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് അത് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു നേതാവ് കൂടിയായിരുന്നു. അതിനുശേഷം UPA സർക്കാർ വന്നപ്പോൾ 1ഉം 2ഉം UPA സർക്കാരിലും, അന്നത്തെ ഒരു കാലം ആലോചിച്ചാൽ UPA സർക്കാരിന് മുമ്പുള്ള 5 വർഷത്തെ NDA സർക്കാരിൻ്റെ ഭാഗമായിരുന്നു DMK. അവസാന കാലത്ത് അവർ NDAയുമായി തെറ്റിപ്പിരിയുന്നു. കരുണാനിധിക്ക് അവസാന കാലത്ത് മനസ്സിലായി ഇനി ഒരു NDA സർക്കാർ ഉണ്ടാകാനുള്ള സാധ്യതയില്ല, ഇനി സാധ്യത മറുപക്ഷത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ കരുണാനിധി കൃത്യമായി മറുപക്ഷത്ത് വരുന്നു. അതിനെല്ലാം കൃത്യമായ തമിഴ് ദേശീയ അല്ലെങ്കിൽ തമിഴ് വികാരവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ ഓരോ കാലത്തും കണ്ടെത്തുന്നു. അതിനുശേഷം UPAയിൽ ചേരുന്നു. UPAയിൽ ചേരുമ്പോഴൊക്കെ തന്നെ ഈ വലിയ പിന്തുണയെ കൊടുക്കുന്ന 63 പേരുള്ള ഇടതു പാർട്ടികൾ വലിയ സമരം നടത്തിയിട്ട് പോലും നടക്കാത്ത കാര്യങ്ങൾ കരുണാനിധി കോൺഗ്രസിനെ കൊണ്ട് നടത്തിയെടുത്തിട്ടുണ്ട്. അന്ന് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ
വികേന്ദ്രീകരിക്കുന്ന അതിൻ്റെ ഓഹരികൾ വിറ്റഴിക്കുന്നതിനെതിരെ ഇടതു പാർട്ടികൾ വലിയ സമരമൊക്കെ നടത്തുമ്പോൾ കരുണാനിധി അവസാനം തമിഴ്നാട്ടിലെ പ്രധാന സ്ഥാപനത്തിലേക്ക് ഒരു സമരത്തിലേക്ക് അവരുടെ ഓഹരി വിറ്റഴിക്കുന്ന വിഷയത്തിൽ ഒരു നിലപാടെടുക്കുമ്പോഴാണ് UPAക്ക് ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടിയൊക്കെ വരുന്നത്. അതുപോലെ ഒരു ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ കരുണാനിധിക്ക് അറിയാം എങ്ങനെ അതിന് തമിഴ്നാടിന് വേണ്ട അർഹത ഉള്ള വിഹിതം വാങ്ങിച്ചെടുക്കാൻ കഴിയും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കരുണാനിധി ഈ ആശയങ്ങളെയൊക്കെ ഫലപ്രദമായി ആശയങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഇത്തരം തിരക്കഥകൾ പോലെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തെ നയിച്ചത്. അദ്ദേഹം മരണമടയുന്ന സമയം വരെയും ഈ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഈ സ്റ്റാലിൻ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആളും ഇന്ത്യയിലെ പ്രധാന നേതാവുമൊക്കെയാണെന്ന് സാധാരണ ജനത്തിന് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ കരുണാനിധിയുടെ മരണശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയായ ശേഷമാണ്. ഈ മുഖ്യമന്ത്രി അതിന് മുമ്പുണ്ടായിരുന്ന സ്റ്റാലിന് ഈ തരത്തിലേക്കുള്ള ഒരു വലിയ പവറൊന്നുമില്ല. മകനായാൽ പോലും മകന് പോലും അത്തരത്തിലൊരു അധികാരം വിട്ടുകൊടുക്കാൻ കരുണാനിധി തയ്യാറായിരുന്നില്ല. അവസാന നിമിഷം വരെ മരണം വരെയും അധികാരം തൻ്റെ കൈപ്പിടിയിൽ പിടിച്ചു വെച്ചിരുന്നു, അല്ലെങ്കിൽ അതിൽ വെച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു കരുണാനിധി. ഈ മക്കൾ തമ്മിലുള്ള വലിയ തർക്കങ്ങളൊക്കെ അഴഗിരിയും സ്റ്റാലിനും കനിമൊഴിയും ഒക്കെ തമ്മിലുള്ള വലിയ തർക്കങ്ങളും അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അത്തരം വീട്ടിനുള്ളിൽ തന്നെ വലിയ തർക്കങ്ങളും ഒക്കെ ഉണ്ടായതാണ്. അവിടെയെല്ലാം വളരെ സമർത്ഥമായ രീതിയിലേക്ക് ഈ തിരക്കഥകൾ അവതരിപ്പിക്കാൻ കൃത്യമായി അറിയുന്ന ആളായിരുന്നു കരുണാനിധി. അതുകൊണ്ട് തന്നെയാണ് BJPയെ വേണ്ട സമയത്ത് BJPക്കൊപ്പം നിൽക്കുകയും അല്ലെങ്കിൽ കോൺഗ്രസിനെ വേണ്ട സമയത്ത് കോൺഗ്രസിനൊപ്പം നിൽക്കുകയും മൂന്നാം മുന്നണിയാണ് പ്രധാനമെന്ന് കണ്ടാൽ ആ മൂന്നാം മുന്നണിക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ തിരക്കഥകൾ അദ്ദേഹം കൃത്യമായി രൂപീകരിക്കുന്നു. അതിനിടയിൽ വലിയ പ്രസ്താവന രാമസേതു ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ രാമൻ ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത് എന്നാണ് കരുണാനിധി ചോദിച്ചത്. കരുണാനിധിക്ക് അത് പറ്റും, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചോദിക്കാൻ അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചോദിക്കാൻ ആ തരത്തിലേക്ക് കഴിയുകയും ചെയ്യും. എന്നാൽ ഇതേ കരുണാനിധി തന്നെയാണ് അവിടുത്തെ ഇത്തരം ആചാരങ്ങളും അല്ലെങ്കിൽ ഹിന്ദുത്വ ഐഡിയോളജിയുമായി ചേർന്ന് അധികാരം പങ്കിട്ടത് എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കരുണാനിധിയുടെ തിരക്കഥകൾ എന്നതിന് പകരം കരുണാനിധിയുടെ രാഷ്ട്രീയ തിരക്കഥകൾ എന്ന് തന്നെ കാർഡിന് പേര് നൽകിയത്. റൈറ്റ്. ഏതായാലും ഉറപ്പാണ് തമിഴ്നാടിന് ഒരേ ഒരു കലൈഞ്ചറേ ഉള്ളൂ. MGRും ജയലളിതയും എല്ലാം ആൾക്കൂട്ടത്തെ ചൊൽപ്പടിയിൽ നിർത്തിയിരുന്ന കാലത്തും കലൈഞ്ചർ എന്ന കരുണാനിധിയുടെ കുറുക്കിക്കൊള്ളുന്ന വാക്കുകൾ കേൾക്കാൻ തടിച്ചുകൂടിയ തമിഴ് ജനത. സ്റ്റാലിൻ അധികാരത്തിലെത്തിയതിനു ശേഷവും തമിഴ്നാട് ജനതയ്ക്ക് ഇപ്പോഴും DMK എന്നാൽ കരുണാനിധി തന്നെയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ പ്രത്യയശാസ്ത്രജ്ഞൻ, കുലപതി, വിശേഷണ പദങ്ങൾ പലതാണ് കരുണാനിധിക്ക്. ഉടൽ മണ്ണിനും ഉയിർ തമിഴിനും നൽകിയ ജീവിതം, രാഷ്ട്രീയം, സാഹിത്യം, സിനിമ എന്നിങ്ങനെ കൈവച്ച ഭൂമികകളിലെല്ലാം രാജാവായി വാണ ദ്രാവിഡ രാഷ്ട്രീയ കരുത്ത്, ഇതെല്ലാമായിരുന്നു കരുണാനിധി. തന്റെ 14ാമത്തെ വയസ്സിൽ ജസ്റ്റിസ് പാർട്ടിയുടെ അളങ്കർ സ്വാമിയുടെ വാക്കുകേട്ട് രാഷ്ട്രീയത്തിലിറങ്ങിയ കരുണാനിധി യുവാക്കളെ ഉദ്ബോധിപ്പിക്കാൻ തമിഴ് നേഷൻ എന്നൊരു പത്രവും തുടങ്ങി. അത് പിന്നീട് DMK പാർട്ടിയുടെ ഔദ്യോഗിക പത്രമായ മുരസൊലിയായി വളർന്നു. പിന്നീട് അദ്ദേഹം സ്ഥാപിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനം DMKയുടെ ആദ്യ വിദ്യാർത്ഥി വിഭാഗമായി മാറി. 1957 33ാം വയസ്സിൽ കുഴിത്തലയിൽ നിന്ന് MLA ആയി വിജയിച്ച കരുണാനിധി 13 തവണ MLA ആയി, 5 തവണ മുഖ്യമന്ത്രിയും. അണ്ണാദുരൈയുടെ മരണശേഷം 69ൽ മുഖ്യമന്ത്രിയായ അദ്ദേഹം പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റുമായി. MGR മരിക്കുന്നതുവരെ കരുണാനിധിക്ക് രാഷ്ട്രീയ മേൽക്കോയ്മ നഷ്ടപ്പെട്ട അവസ്ഥയാണ് രാഷ്ട്രീയ തമിഴ്നാട് കണ്ടത്. പക്ഷേ ഒരു കേഡർ പാർട്ടിയായ DMKയുടെ അടിത്തറയെ അത് തെല്ലും ബാധിച്ചില്ല എന്നതും സത്യമായി തുടരുന്നു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. MGRന്റെ വിയോഗം, അവിടെയാണ് ജയലളിത യുഗം ആരംഭിക്കുന്നത്. MGRന്റെ ആശീർവാദത്തോടെ 82-ലാണ് ജയലളിത രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. 83-ൽ തിരുച്ചെന്തൂർ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രചാരണത്തിന്റെ ചുമതല ജയലളിതയ്ക്കായിരുന്നു. 84-ലാണ് ജയലളിത പാർട്ടി സീറ്റിൽ രാജ്യസഭാംഗമാകുന്നത്. പല മുതിർന്ന നേതാക്കളെയും പിന്നിലാക്കിക്കൊണ്ടുള്ള ജയലളിതയുടെ വളർച്ചയിൽ പലർക്കും എതിർപ്പുമുണ്ടായിരുന്നു. അത് 87-ൽ MGR മരിക്കുമ്പോൾ അത് മറനീക്കി പുറത്തു വരികയും ചെയ്തു. ആ സമയത്ത് MGRന്റെ ശവഘോഷയാത്രയിൽ ജയലളിതയെ പുറത്താക്കാനുള്ള ശ്രമം നടന്നത് വലിയ വിവാദങ്ങൾക്കും വലിയ ചിത്രങ്ങൾക്കുമൊക്കെ ഇടം കൊടുത്ത് വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ച് പറ്റിയതാണ്. ജയലളിതയുടെ എതിർ ഗ്രൂപ്പ് MGRന്റെ ഭാര്യ ജാനകി രാമചന്ദ്രനെ അന്ന് മുഖ്യമന്ത്രിയാക്കി. 89-ൽ ബോഡി നായ്ക്കന്നൂരിൽ നിന്ന് ജയിച്ച് നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഉൾപാർട്ടി പോര് ശക്തമായി. അങ്ങനെ ADMK തോൽക്കുന്നു, ജയലളിത പ്രതിപക്ഷ നേതാവാകുന്നു. 91-ൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ജയിച്ച് മുഖ്യമന്ത്രിയാകുന്നത്. ജയലളിത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടുമായി പോലും കൂട്ടിച്ചേർത്ത് വായിക്കണം. ജയലളിതയ്ക്ക് ശേഷം, ജയലളിതയ്ക്ക് മുൻപ് എന്നുള്ള ഒരു യുഗം പോലും എഴുതപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കിരൺ ബാബു.
ജയലളിതയുടെ വിഷയം പറയുമ്പോഴും ഇതുതന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ദ്രാവിഡ രാഷ്ട്രീയമൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇവർ രണ്ടുപേരും ജയലളിത വിശ്വാസിയും കടുത്ത വിശ്വാസിയും ഒക്കെയായിരുന്നു. പക്ഷേ ജയലളിതയും ഈ കരുണാനിധിയെയും രണ്ടുപേരുടെയും സംസ്കാര ചടങ്ങുകൾ ശ്രദ്ധിച്ചാലും രണ്ടുപേരെയും സംസ്കരിക്കുകയായിരുന്നില്ല, ചിതയിൽ വെക്കുകയായിരുന്നില്ല. ഈ രണ്ടുപേരെയും കുഴിച്ചിടുകയായിരുന്നു. രണ്ടുപേരുടെയും മൃതദേഹം കുഴിച്ചിടുക സാധാരണഗതിയിൽ അങ്ങനെയല്ല, ചിതയിൽ വെക്കുന്ന രീതിയാണ് ഹിന്ദു സമൂഹത്തിൽ ഭൂരിപക്ഷത്തിനും ഉള്ളത്. പക്ഷേ ഇവർ രണ്ടുപേരും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ ആദ്യം പറഞ്ഞ വിഷയം തന്നെയാണ്. ഈ സനാതന ധർമ്മക്കാർ ആചരിക്കുന്ന രീതിക്കെതിരായിട്ടുള്ള തീരുമാനം വേണം, അത് എതിരായിട്ടുള്ളത് വേണമെന്നുള്ള ഒരു അവരുടെ എല്ലാ ആചാരങ്ങളെയും എതിർക്കുക എന്നുള്ള അത്തരമൊരു വിശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ അത്തരമൊരു ആശയധാരയുടെയും ഒക്കെ ഭാഗമായിട്ടാണ് അവർ അവസാന നിമിഷവും അവരെയും ഈ പറയുന്നത് പോലെ ചിതയിൽ വെക്കാതെ അടക്കുകയായിരുന്നു. ഈ കരുണാനിധിയുടെ മറ്റൊരു പതിപ്പായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ജയലളിത മരണശേഷമാണ് കരുണാനിധിയുടെ കടുത്ത ശത്രുതയും ഒക്കെ ആയിരുന്നെങ്കിലും രണ്ടുപേരും തമ്മിലുള്ള ശത്രുതയുടെ തീവ്രതയൊക്കെ അറിയാം. കരുണാനിധിയെ ജയലളിത അറസ്റ്റ് ചെയ്യുകയും കരുണാനിധി കാപ്പാത്തുങ്കോ എന്ന് ഉറക്ക നിലവിളിച്ചുകൊണ്ട് കരയുന്ന ഒരു തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒക്കെ TV വഴി ജനം കണ്ടാണ്. അന്ന് ഈ സൺ TV വഴി ഇങ്ങനെ ആവർത്തിച്ച് കാണിച്ചുകൊണ്ടേ ഇരുന്നതാണ്. അതെല്ലാം ജയലളിതയ്ക്കെതിരെ DMK MLA-മാർ നിയമസഭയിൽ വെച്ച് അവരെ ഒരു സ്ത്രീ എന്ന നില പോലും വിട്ട് അപമാനിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ. അത്തരത്തിലേക്ക് അടക്കം രണ്ടുപേരും തമ്മിലുള്ള ശത്രുതയൊക്കെ നീങ്ങുമ്പോഴും ജയലളിത ഈ സമാനമായ രീതിയിലേക്ക് ഒരു അപാരമായ ശേഷിയിലേക്ക് MGR-നെ യഥാർത്ഥത്തിൽ നേതാവായി നിൽക്കുമ്പോൾ മറ്റുള്ളവർക്കെല്ലാം ജയലളിതയോട് വിയോജിപ്പും ജയലളിതയെ MGR-യുടെ അടുപ്പം വെച്ചിട്ടാണ് അവർക്ക് ഈ തരത്തിലേക്കുള്ള പദവികളൊക്കെ നൽകുന്നതെന്ന് പറയുമ്പോഴും ജയലളിത അന്നു മുതൽ തന്നെ ഈ MGR-ന്റെ ഈ നടൻ എന്ന രീതിയിൽ തിരക്കഥാകൃത്ത് എന്ന കരുണാനിധി എന്നെങ്കിൽ ജയലളിതയ്ക്ക് അന്നും MGR-നെ എങ്ങനെ നിർത്തണം എന്നതിൽ കൃത്യമായ ധാരണയുള്ള സ്വയം ഒരു നേതാവായി, അല്ലെങ്കിൽ MGR-നെ പോലെയല്ല ഇത് കരുണാനിധിയെ പോലെ തന്നെ ഒരു ലീഡറാണ് അന്നും ജയലളിതയ്ക്ക്. അതുകൊണ്ടാണ് ഈ ജാനകി രാമേന്ദ്രൻ അധികാരത്തിലേക്ക് വരുന്നു. അതിനുശേഷം മത്സരിച്ചപ്പോൾ തന്നെ പാർട്ടി പിളർന്ന് മത്സരിക്കുമ്പോൾ ജയലളിതയ്ക്കൊപ്പമുള്ളവർക്കാണ് ജനം കൂടുതൽ വോട്ട് ചെയ്തത്. ഒന്നാം ജയലളിത സർക്കാരിന് ശേഷം അവർ പാടെ വീണു പോകുന്നു. അഴിമതിയിൽ നിറഞ്ഞ് തോഴി ശശികലയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളും നിരവധി അഴിമതി ആരോപണങ്ങളും ഇവരുടെ സാരി പിന്നെ ചെരുപ്പ് മുതൽ സ്വർണ്ണാഭരണങ്ങൾ വരെ വലിയ ചർച്ചയാവുന്നു. അഴിമതി കൊണ്ട് നിറയുന്ന വിഷയങ്ങളൊക്കെ വരുന്നു. പക്ഷേ വീണ്ടും ജയലളിത മടങ്ങി വരുന്നത് ഈ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് തമിഴ്നാട്ടിലെ ഏറ്റവും ജനപ്രിയയായ ഒരു നേതാവായിട്ടാണ് ജയലളിത മടങ്ങി വരുന്നത്. എന്നുവെച്ചാൽ എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി തിരുത്താനും കൃത്യമായ അധികാരം പിടിച്ചെടുക്കാനും കഴിയുന്ന ഒരു നേതാവായി, അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ ജയലളിത മരണത്തിലേക്ക് നീങ്ങിയില്ലായിരുന്നെങ്കിൽ തമിഴ്നാട്ടിൽ ഈ DMK-യെ തന്നെ അപ്രസക്തമാക്കാൻ കഴിയുന്ന ഒരു നേതാവായി ജയലളിതയ്ക്ക് നിൽക്കാനൊക്കെ കഴിയുമായിരുന്നു. ഇതിനിടയിൽ അഴിമതി ആരോപണം വന്ന് ജയിലിൽ പോകേണ്ട അവസ്ഥ വരികയും അവർക്ക് ജയിലിൽ പോകേണ്ടല്ല അധികാരം നഷ്ടപ്പെടുന്ന മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ട അവസ്ഥയും ഒക്കെ ജയലളിതയ്ക്കുണ്ട്. കനത്ത തിരിച്ചടികൾ നേരിടുമ്പോഴും ആ തിരിച്ചടിയിൽ നിന്ന് ഒറ്റ സ്ത്രീയായി ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അവർ ആ ഒരു പാർട്ടിയെ, തമിഴ് ജനതയെ തനിക്കൊപ്പം നിർത്തി അധികാരം പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെക്കൻഡ് ലെയർ എന്ന് പറയാൻ ജയലളിതയ്ക്ക് അന്നും ഈ പറയുന്ന പളനിസ്വാമിയൊക്കെ നിൽക്കുമ്പോഴും അവർ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന കരുത്തുറ്റ ഒരു വനിതയായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെയുള്ള അഴിമതി കരുണാനിധിക്ക് എങ്ങനെയുള്ള ദോഷമുണ്ടോ അതെല്ലാം കൂടിയുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു ജയലളിത. ഏതായാലും സ്റ്റാലിന്റെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ചിത്രം മാറുന്ന ഒരു കാഴ്ച ദേശീയ തലത്തിൽ തന്നെ ഉണ്ട്. അതിനൊപ്പമാണ് ഉറ്റുനോക്കുന്ന പല മുഖങ്ങളും. തമിഴ് സിനിമയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MGR-ഉം ജയലളിതയും കഴിഞ്ഞ ശേഷം ശിവാജി ഗണേശനാണെങ്കിൽ, വിജയകാന്ത് ആണെങ്കിൽ, കമൽഹാസൻ, രജനികാന്തിന്റെ പേര് വരെ പലതവണ പരാമർശിക്കപ്പെട്ട് കേട്ടിരിക്കുന്നു. അടുത്ത 2025-ലെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ഒരുപക്ഷെ തമിഴ് നടൻ വിജയ് തന്നെ രംഗത്തിറങ്ങിയിരിക്കും എന്നുള്ള വാർത്തകൾ പോലും പരക്കുന്ന സാഹചര്യമാണ്. ഏത് രീതിയിലാണ് തമിഴ് ദ്രാവിഡ രാഷ്ട്രീയം മാറിയിരിക്കുന്നത് എന്നുള്ളത് ഉറ്റുനോക്കുന്നു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് ഈ ദ്രാവിഡ രാഷ്ട്രീയം കൂടിയാണ്. കൂടുതൽ ചിത്രങ്ങളും കൂടുതൽ വിശകലനങ്ങളുമായി വീണ്ടും കാണാം. ഇലക്ഷൻ ചാനൽ. നമസ്കാരം.